നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു അധ്യായവുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. കുറേ റിവിഷൻ, കുറേ പേർക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഒത്തിരി കമന്റുകളൊക്കെ കണ്ടപ്പോൾ നമുക്കും സന്തോഷമായി. പരീക്ഷകൾ എത്തിക്കഴിയുകയാണ്, നിങ്ങളുടെ മുമ്പിലേക്ക് പരീക്ഷ എത്തുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഇനി ഫുൾ ഡെഡിക്കേറ്റ് ചെയ്യുക. മാക്സിമം നല്ല വേക്കൻസികളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിയിൽ ആദ്യം കയറി പറ്റുക. പിന്നെ ഈ പഠിത്തം തന്നെ അടുത്ത ജോലികൾക്ക് നിങ്ങൾ പഠിക്കുന്നത് അല്ലേ. ഇനി VFA ആയാലും വെബ്കോ ആയാലും അടുത്ത LDC പരീക്ഷ ആയാലും LGS പരീക്ഷ ആയാലും ഇതിനു വേണ്ടി ഓരോരുത്തരും വാശിയോടുകൂടി നിൽക്കുക. കാരണം ഏതെങ്കിലും നല്ലൊരു ജോലി കിട്ടി, അടുത്തത് കിട്ടി പോവുക എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ പൂർത്തീകരിക്കുക. എന്തൊക്കെ വന്നാലും ഞാൻ ഈ പരീക്ഷകൾ നേടും. ചിലവർക്ക് എത്രയോ നാളുകൾ നിങ്ങൾ ചിലപ്പോൾ ഉറക്കവും ഊണും ഇല്ലാതെ പഠിച്ച പരീക്ഷകൾ കാണും. ചിലപ്പോൾ ആ ലിസ്റ്റ് വന്നില്ലായിരിക്കും, കട്ട് ഓഫ് ചിലപ്പോൾ ഡിലീഷൻ വന്നപ്പോൾ താഴോട്ട് വന്ന് കാണും, കട്ട് ഓഫിന് അടുത്തെത്തി കാണും. അങ്ങനെയൊക്കെ വിഷമാണ്. ചിലപ്പോൾ ലിസ്റ്റിന്റെ അവസാനം കിടന്ന് റാങ്ക് ലിസ്റ്റ് വന്നില്ല, അതൊന്നും കളഞ്ഞേരെ. കുറെ നാളുകൊണ്ട് കഷ്ടപ്പെട്ടില്ല, ഇവിടം വരെ എത്തിച്ചേർന്നില്ലേ നിങ്ങൾ. അപ്പൊ ഇനി പാതി വഴിക്ക് ഉപേക്ഷിക്കരുത്. ഒരിക്കലും നിങ്ങൾ പാതി വഴിക്ക് ഉപേക്ഷിച്ചു പോയാൽ പിന്നീട് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. കാരണം ഒരു ലെവലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്തിയിരിക്കും. നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തും. ചിലവർക്ക് ആദ്യമേ കൊടുക്കും, ചിലവർക്ക് പതുക്കെ കൊടുക്കും. അങ്ങനെ ഒരു വ്യത്യാസം ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതിൽ വേറെ ഒന്നും മനസ്സുകൊണ്ട് വിഷമിക്കാതെ വാശിയോടുകൂടി ഇറങ്ങുക. എത്ര ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കിടക്കുന്നത് അല്ലേ. കൊച്ചു കാര്യങ്ങളായിരിക്കും ചിലത്. എന്നാലും ഒരു ജോലി കിട്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു അല്ലേ, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം കിട്ടിയ സമയം മാക്സിമം ഫലവത്താക്കുക. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. മുന്നോട്ടുള്ള യാത്രകളിൽ എന്ത് വന്നാലും പലർക്കും പല വിഷമങ്ങളായിരിക്കും. നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ തന്നെ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ അതിനെ കവച്ചു വെക്കുകയോ ചെയ്തിട്ട് മുന്നോട്ട് പോകും. പരീക്ഷകൾ വരുന്നുണ്ട്, ഇഷ്ടം പോലെ പരീക്ഷകൾ. 26-ലും ഇഷ്ടം പോലെ ഫോഴ്സ് പരീക്ഷകളെല്ലാം കയറി വരും. പിന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ കയറി വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന പരീക്ഷകളല്ലേ. അപ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും വിജയം കണ്ടിരിക്കും. അല്ലാതെ എനിക്കും ഇത് വിധിച്ചിട്ടില്ല, ഞാൻ വർഷങ്ങളായി പഠിക്കുന്നു, ഏത് GK ചോദിച്ചാലും എനിക്കറിയാം, ഹാളിൽ ചെല്ലുമ്പോൾ എനിക്കെല്ലാം മറന്നു പോകുന്നു, ഇതൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. സീനിയറുകാരാണ് ഏറ്റവും കൂടുതൽ അവർ പറയുന്നത്. ആ സീനിയറുകാരോട് എനിക്ക് എടുത്തു പറയാനുള്ളത്, അവസരങ്ങൾ നമ്മൾ കാത്തിരുന്നേ പറ്റുകയുള്ളൂ. ചിലപ്പോൾ നമുക്ക് ആദ്യം ചിലപ്പോൾ നിങ്ങൾ നല്ല ലെവലിൽ പഠിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളത് തെറ്റൊന്നുമില്ല, പോർഷൻ കവർ ചെയ്യുന്നുണ്ട്, റിവിഷൻ നടത്തുന്നുണ്ട്. ചിലപ്പോൾ ഒരു ലക്കിന് ഇല്ലാതായി പോയി കാണും. അവരോടൊക്കെ എനിക്ക് എടുത്ത് പറയാം, ചിലപ്പോൾ ഇതായിരിക്കും അവസരം. ചിലപ്പോൾ നിങ്ങൾക്ക് വിധിച്ചത് ഇതാണെങ്കിലോ. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യുക? വേറെ എന്ത് വന്നാലും ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ അങ്ങ് കളഞ്ഞേരെ. അല്ലാതെ ഇപ്പം വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. കാരണം നിങ്ങൾ കുറേ നാളുകൊണ്ടേ പഠിക്കുന്നുള്ള ഒത്തിരി പേര് ഇതിനകത്ത് കാണും. പക്ഷെ ഈ ഒരു പരീക്ഷ വിളിച്ചപ്പോൾ പ്രതീക്ഷയോടുകൂടി വീണ്ടും ഉയർത്തെഴുന്നേറ്റവർ കാണും അല്ലേ. ഈ ഒരു പരീക്ഷ ഞാൻ നേടും. കാരണം പഠിച്ചാൽ കിട്ടുന്ന ഒരു പരീക്ഷയാണ് അല്ലേ. 80 GKയും 20 മാത്സുകളും, 20 ചെറിയ മാത്സുകളും, 80 GK കറണ്ട് അഫേഴ്സും കൊച്ചു കാര്യങ്ങൾ മാക്സിമം റിവിഷനും കൂടെ നടത്തി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മാറും. ഓക്കെ, മുന്നോട്ടുള്ള യാത്രകളിൽ ഞങ്ങളൊക്കെ കൂടെ കാണും, സപ്പോർട്ടായിട്ട്. ഒത്തിരി റിവിഷൻ ക്ലാസ്സുമായിട്ട് ഞങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഞാനും ഇപ്പം ഇവിടെ റിവിഷൻ ക്ലാസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇട്ട് വർക്കൗട്ട് ചെയ്ത് നിങ്ങളെ ചെവിയിലോട്ട് കയറ്റുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളാണ് മാക്സിമം കണ്ടെത്തേണ്ടതും എവിടുന്നൊക്കെ വീണ്ടും വരുന്നു, ഏത് മേഖലകൾ. ഒരു ഇന്ത്യ ഭൂപടം വരച്ചാൽ ഇന്ത്യയിൽ ഏതൊക്കെ സ്റ്റേറ്റുകൾ എങ്ങനെയൊക്കെ ഭാഗത്താണ് കിടക്കുന്നത്, ഏതൊക്കെ രീതിയിൽ. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫിയുടെ കാര്യത്തിലായാലും കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി, ഈ ഒരു കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും വരുത്തരുത്. നിങ്ങൾ മാക്സിമം കണ്ടന്റ് കണ്ടെത്തണം. പ്രീവിയസും വർക്കൗട്ട് ചെയ്യണം, അതിന്റെ അനുബന്ധ ഭാഗങ്ങളും പഠിക്കണം. അങ്ങനെയുള്ള റിവിഷൻ ക്ലാസ്സുമായിട്ട് മാക്സിമം മോക്ക് ടെസ്റ്റുകളും കൂടെ ചെയ്തോ. ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റ് ചെയ്തോ. കറണ്ട് അഫേഴ്സ് മന്ത്ലി അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോഴത്തേക്കൊക്കെ സെറ്റ് ആവുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കിട്ടാതെ പിന്നെ എവിടെ പോകാനാ അല്ലേ. നിങ്ങളുടെ അവിടെ തന്നെ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കെ, ഈ ഒരു പരീക്ഷ ആർക്കാ? നിങ്ങൾക്ക് തന്നെ. വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഇത് നിങ്ങൾക്ക് തന്നെയാണ്. ഏറ്റവും നല്ല റാങ്ക് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളെപ്പോലെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച 2000-ഓളം ആൾക്കാരല്ലേ ഇപ്പം ജോലി കയറിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ അടുത്ത ലക്ഷ്യത്തിൽ, അടുത്ത ലിസ്റ്റിൽ നിങ്ങളായിരിക്കും. ഇത് പഠിക്കുമ്പോൾ തന്നെ ഓരോരോ ലിസ്റ്റുകളിൽ നിങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അടുത്തേക്ക് എഴുതുമ്പോൾ കിട്ടത്തില്ലേ? കിട്ടണം. എൻ്റെ വാക്കാണ്. ഞാൻ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് നല്ലൊരു റിവിഷൻ ക്ലാസ് തുടങ്ങിയാലോ. ഇന്ന് ഞാൻ റിവിഷനിലാണ് പ്രാധാന്യം. എൻ്റെ കുറച്ച് നോട്ടിലൊന്നുമല്ല ഇത്. എൻ്റെ ഈ നോട്ടൊക്കെ എന്താ എല്ലാ ബുക്കിലും ഉള്ളതാണ് അല്ലേ. പക്ഷേ എൻ്റെ റിവിഷൻ നിങ്ങൾ പഠിച്ചവർക്ക് കേട്ടുകൊണ്ടിരിക്കാം. പുതിയ ആൾക്കാർക്ക് ഇതെല്ലാം ആണ് എന്നങ്ങ് തീരുമാനിച്ചാൽ ഇതൊക്കെ പഠിച്ചേ പറ്റൂ. ഒരു സമയത്ത് സാർ ഇങ്ങനെ പറയുന്നതല്ല, റിവിഷൻ കേട്ടേ പറ്റൂ എന്നങ്ങ് വിചാരിച്ചാൽ മതി. ഓക്കെ,
നമുക്കൊന്ന് റിവിഷനിലോട്ട് നോക്കാം. ഒന്നാമത്തെ ഒരു കൺഫ്യൂസിംഗ് ഫാക്ട്സ് ഒരു റിവിഷൻ സെക്ഷൻ ആണ്. നോക്കേ, നിർദ്ദേശക തത്വങ്ങൾ രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റിയും മൗലിക കർത്തവ്യങ്ങൾ രൂപീകരിക്കാൻ കാരണമായ കമ്മിറ്റിയും ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ രൂപീകരിച്ച കമ്മിറ്റി സപ്രൂ കമ്മിറ്റിയും മൗലിക കർത്തവ്യങ്ങളാകുമ്പോൾ സോരൻ സിംഗ് കമ്മിറ്റി. ഇത് കഴിഞ്ഞ ഒരു പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷ നടന്നില്ലായിരുന്നു ശനിയാഴ്ച. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റി ഏതായിരുന്നത്? സോരൻ സിംഗ് കമ്മിറ്റി ആയിരുന്നു. എവിടെ നിന്നാണ് മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത്? മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് റഷ്യയിൽ നിന്ന്, അല്ലെ? റഷ്യയിൽ നിന്നല്ലേ മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത്? പഞ്ചവത്സര പദ്ധതി കടമെടുത്തത് റഷ്യയിൽ നിന്നല്ലേ? വികേന്ദ്രീകൃത ആസൂത്രണം കടമെടുത്തത് റഷ്യയിൽ നിന്നല്ലേ? അപ്പൊ പഞ്ചവത്സര പദ്ധതി, മൗലിക കർത്തവ്യങ്ങൾ, ആസൂത്രണം ഇതൊക്കെ കടമെടുത്തത് ഏതിൽ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. മറന്നുപോകരുത്. റഷ്യയുടെ തലസ്ഥാനമല്ലേ മോസ്കോ. ലോക വിദ്യാർത്ഥി നഗരം എന്ന് വിളിക്കുന്നത് മോസ്കോയുടെ. റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ, ലോക വിദ്യാർത്ഥി നഗരം. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. രണ്ടാം സ്ഥാനത്ത് കാനഡയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം ഏതാണ്? കാനഡ. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഈ റഷ്യ. റഷ്യയിൽ നിന്ന് നമ്മൾ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്ക് സഹായം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലേക്ക് സഹായം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാല, അല്ലെ? ഛത്തീസ്ഗഡിൽ റഷ്യയുടെ സഹായത്തോടെ. ഓർമ്മയില്ലേ? ഫിലായി ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഛത്തീസ്ഗഡിൽ ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ? റഷ്യയുടെ സഹായത്തോടെ. അതുപോലെ വേറൊരെണ്ണം ഉണ്ട്, ബൊക്കാറോ. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയുടെ ബൊക്കാറോ. അത് ജാർഖണ്ഡില. അതും റഷ്യയുടെ സഹായത്തോടെ. അപ്പൊ ഭിലായി ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടെ. ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യയുടെ സഹായത്തോടെ. പിന്നെ ഏറ്റവും കൂടുതൽ PSCക്ക് ആവർത്തിക്കുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതെന്നറിയാമോ? റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഒഡീഷയിലാണ്, ജർമ്മനിയുടെ സഹായത്തോടെ. അപ്പൊ റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഒഡീഷയിലെ ജർമ്മനിയുടെ സഹായത്തോടെ. പിന്നെ ഏറ്റവും കൂടുതൽ ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയുണ്ട്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാല നമ്മുടെ പശ്ചിമ ബംഗാളിൽ ബ്രിട്ടന്റെ സഹായത്തോടെയാണ്. അപ്പൊ ദുർഗാപൂർ ഇരുമ്പുരുക്ക് നിർമ്മാണശാല പശ്ചിമ ബംഗാളിൽ ബ്രിട്ടന്റെ സഹായത്തോടെ. സെറ്റല്ലേ? അപ്പൊ അത് ഇത്രയും നല്ല രീതി പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. പിന്നെ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു നല്ലൊരു ചോദ്യമുണ്ട്. ഈ പശ്ചിമ ബംഗാളിലാണ് ദുർഗാപൂർ കേട്ടോ. ഈ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഈ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കർണാടകയിലാണ്. കർണാടകയിലെ കുദ്രുമുഖ് കേട്ടോ, കുദ്രുമുഖ് ഭദ്രാവതി നദിയുടെ തീരത്ത്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കർണാടകയിലെ കുദ്രുമുഖിലെ ഭദ്രാവതി നദിയുടെ തീരത്താണ് ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. ഏതാണ്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി കർണാടക. ഓർത്ത് വെക്കണേ. വിശ്വേശ്വരയ്യ എവിടെയാണ് പഠിച്ചിട്ടുള്ളത് നിങ്ങൾ? വിശ്വേശ്വരയ്യ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവും ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവും വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവും ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവും ആരാണ്? വിശ്വേശ്വരയ്യ. എഞ്ചിനീയേഴ്സ് ദിനം ഇദ്ദേഹത്തിന്റെ ജന്മദിനമല്ലേ? സെപ്റ്റംബർ 15 ആരുടെ ജന്മദിനമാണ്? നമ്മുടെ വിശ്വേശ്വരയ്യയുടെ ജന്മദിനം എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് പറയുന്നത്. അപ്പൊ എഞ്ചിനീയേഴ്സ് ദിനം എന്താണെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 15 വിശ്വേശ്വരയ്യയുടെ ജന്മദിനം. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ ആരുടെ കൃതി എന്ന് ചോദിച്ചിട്ടില്ലേ? പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ വിശ്വേശ്വരയ്യയുടെ കൃതിയാണ്. ആധുനിക മൈസൂറിന്റെ ശില്പിയും ഈ വിശ്വേശ്വരയ്യ. ആധുനിക മൈസൂറിന്റെ ശില്പി. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധ കൃതി ഏതാണ്? പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ. ആരുടെയാ? വിശ്വേശ്വരയ്യ. അപ്പൊ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവും ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവും ആരാണ്? വിശ്വേശ്വരയ്യ. ആസൂത്രണം ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആസൂത്രണം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയത്. അപ്പൊ റഷ്യയിൽ നിന്ന് ഏതൊക്കെ കടമെടുത്ത്? മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തു, പഞ്ചവത്സര പദ്ധതി കടമെടുത്തു, ആസൂത്രണം കടമെടുത്തു. മറന്നുപോരുത്. പഞ്ചവത്സര പദ്ധതികൾ എന്നാ ആരംഭിച്ചത്? പഞ്ചവത്സര പദ്ധതികൾ 1951 ഏപ്രിൽ 1 അല്ലെ? 51 ഏപ്രിൽ 1 പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. ഓർത്തു വെച്ചിരിക്കണേ. പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ നൽകുന്ന സ്ഥാപനം ആസൂത്രണ കമ്മീഷനാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ നൽകുന്നത് ആരാണ്? ആസൂത്രണ കമ്മീഷൻ. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകേണ്ടത് ദേശീയ വികസന സമിതിയാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ നൽകുന്നത് ആസൂത്രണ കമ്മീഷൻ. 1950 മാർച്ച് 15 വന്ന ആസൂത്രണ കമ്മീഷനാണ്. 50 മാർച്ച് 15 വന്ന ആ ആസൂത്രണ കമ്മീഷനാണ് നമ്മളിപ്പം കാണുന്ന നീതി ആയോഗ്. 2015 ജനുവരി 1 നീതി ആയോഗായി മാറിയത്. അപ്പൊ ആസൂത്രണ കമ്മീഷൻ എന്താ വന്നത്? ആസൂത്രണ കമ്മീഷൻ വന്നത് 50 മാർച്ച് 15. അത് നീതി ആയോഗ് ആയതെന്നാ
2015 ജനുവരി 1-നാണ്. അത് സെറ്റല്ലേ? അപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ നൽകേണ്ടത് ആസൂത്രണ കമ്മീഷനും അന്തിമ അനുമതി നൽകുന്നത് ആരാണ്? അത് ദേശീയ വികസന സമിതി. അത് 1952-ലാണ് ദേശീയ വികസന സമിതി അഥവാ NDC വരുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റി ഏതാണ്? തേജ് ബഹാദൂർ സപ്രു കമ്മിറ്റി. തേജ് ബഹാദൂർ സപ്രു. ഈ സപ്രുവിനെ നമ്മൾ വേറെടുത്ത് പഠിച്ചിട്ടുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചിട്ടില്ലേ? 3 വട്ടമേശ സമ്മേളനത്തിലും നമ്മുടെ BR അംബേദ്കറോടൊപ്പം പങ്കെടുത്ത വ്യക്തി ആരാണ്? തേജ് ബഹാദൂർ സപ്രു. അപ്പൊ 3 വട്ടമേശ സമ്മേളനത്തിലും എന്നൊക്കെയാണ് വട്ടമേശ സമ്മേളനങ്ങൾ തുടങ്ങിയത്? വട്ടമേശ സമ്മേളനങ്ങൾ തുടങ്ങിയത് 30, 31, 32 അല്ലെ? 30, 31 1930, 1931, 1932 വട്ടമേശ സമ്മേളനങ്ങളല്ലേ? 3-ലും പങ്കെടുത്തത് BR അംബേദ്കർ, തേജ് ബഹാദൂർ സപ്രു, ജഗനാര ഷാനവാസ് പങ്കെടുത്തായിരുന്നു കേട്ടോ. അതുപോലെ 1930 ഏത് കൊട്ടാരത്തിൽ വെച്ചാ വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്? 30 ഏത് കൊട്ടാരത്തിൽ നിന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ലണ്ടനിലെ ജെയിംസ് പാലസ് അല്ലെ? വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയ ലണ്ടനിലെ കൊട്ടാരം ഏതാണ്? ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയത്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുക, ഏത് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചിട്ടുണ്ട്? റംസെ മക്ഡൊണാൾഡ്. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? റംസെ മക്ഡൊണാൾഡ് ആയിരുന്നു വിളിച്ചുകൂട്ടിയ ബ്രിട്ടീഷ് പ്രധാന. ജോർജ് 5-മനായിരുന്നു ആ സമയം ഇത് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. അന്നത്തെ രാജാവായ ജോർജ് 5-മനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം വട്ടമേശ സമ്മേളനങ്ങൾ 30, 31, 32-ലാണ്. 1-ാം വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ഇർവിൻ പ്രഭുവാണ് കേട്ടോ. അത് എടുത്തെടുത്ത് പഠിക്കണം. 1-ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു. പക്ഷേ 2ഉം 3ഉം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. 1-ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു. 2ഉം 3ഉം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭുവാണ്. അപ്പോൾ വെല്ലിംഗ്ടൺ പ്രഭുവാണ്. അപ്പം ഗാന്ധിജി പങ്കെടുത്തത് എത്രാമത്തെ ആയിരുന്നു? ഗാന്ധിജി പങ്കെടുത്തത് 2-ാം വട്ടമേശ സമ്മേളനത്തിൽ. 1931-ലല്ലേ ഗാന്ധിജി പങ്കെടുത്ത ഗാന്ധിജിയുടെ ഉപദേശകനായി പോയത് ആരായിരുന്നു? 2-ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിട്ട് പോയത് അത് നമ്മുടെ ആരെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ ഉപദേശകനായിട്ട് പോയത് മദൻ മോഹൻ മാളവ്യ. അപ്പൊ 2-ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിട്ട് പോയത് ആരാണ്? മദൻ മോഹൻ മാളവ്യ. ഓർമ്മയുണ്ടോ ഇദ്ദേഹത്തെ? മദൻ മോഹൻ മാളവ്യയെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചിട്ടില്ലേ? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് മദൻ മോഹൻ മാളവ്യ. 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? മദൻ മോഹൻ മാളവ്യ. ലീഡർ എന്ന പത്രം ഇദ്ദേഹത്തിൻ്റെയാണ്. ലീഡർ എന്ന പത്രം. ഇതൊക്കെ ആവർത്തന ചോദ്യങ്ങളാണ്. ലീഡർ എന്ന പത്രം ആരുടെയാണ്? മദൻ മോഹൻ മാളവ്യ. യാചകരുടെ രാജകുമാരനെന്നും മഹാമാന്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ്. യാചകരുടെ രാജകുമാരനെന്നും മഹാമാന്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? മദൻ മോഹൻ മാളവ്യ. അപ്പൊ മദൻ മോഹൻ മാളവ്യ ഏത് യൂണിവേഴ്സിറ്റിയുടെ കൊണ്ടുവന്നത്? 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതിനായിരുന്നടെ. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഏതാണ്? 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങില്ല. അപ്പൊ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഏത് വർഷമാണ്? 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. 16-ലല്ലേ ഇവിടെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം? മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് 1916 ലക്നൗ സമ്മേളനം അല്ലെ? ലക്നൗ സമ്മേളനത്തിലല്ലേ പിരിഞ്ഞതെന്നായിരുന്നു? മിതവാദികളും തീവ്രവാദികളും 2ആയിട്ട് പിരിഞ്ഞത് 1907 സൂററ്റ് സ്പ്ലിറ്റ്. അപ്പൊ പിരിഞ്ഞത് 7 സൂററ്റ് സ്പ്ലിറ്റും ഒന്നിച്ചത് 16 ലക്നൗ സമ്മേളനം. രണ്ടിന്റെയും പ്രസിഡന്റിന്റെ ഓർമ്മയുണ്ടോ? 1907 മിതവാദികളും തീവ്രവാദികളും 2ആയി പിരിക്കുമ്പോൾ റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. 1907 മിതവാദികളെന്നും തീവ്രവാദികളെന്നും ഇന്റർനാഷണൽ കോൺഗ്രസ് 2ആയിട്ട് മാറുമ്പോൾ ആരായിരുന്നു INC-യുടെ പ്രസിഡന്റ്? റാഷ് ബിഹാരി ഘോഷ്. പക്ഷെ ഒന്നിക്കുമ്പോഴോ 1916 ലക്നൗ സമ്മേളനത്തിൽ AC മജുംദാർ. ആ സമയത്ത് ആരായിരുന്നത്? AC മജുംദാർ ആണ്. 16 വേറൊരു നല്ലൊരു ചോദ്യമുണ്ട്. ഹോം റൂൾ ലീഗ് രൂപീകരിച്ചത് 16-ലല്ലേ ഇവിടെ? ഹോം റൂൾ ലീഗ് 2 പേർ ചേർന്നല്ലേ? ആനി ബസന്റ് അടയാറിലും ബാലഗംഗാധര തിലകൻ പൂനെയിലും അല്ലെ? ഹോം റൂൾ ലീഗ് എവിടെയായിരുന്നത്? ആനി ബസന്റ് അടയാറിലും ബാലഗംഗാധര തിലകൻ എവിടെയായിരുന്നത് സ്ഥാപിച്ചത്? പൂനെയിലുമായിരുന്നേ. പൂനെയിലുമാണ്. അഗാഖാൻ കൊട്ടാരം
പൂനെയിലല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ? കസ്തൂർബാ ഗാന്ധി അന്തരിച്ച കൊട്ടാരമല്ലേ അഗാഖാൻ കൊട്ടാരം? അഗാഖാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. അപ്പൊ കസ്തൂർബാ ഗാന്ധി അന്തരിച്ച കൊട്ടാരം ഏതാണ്? അഗാഖാൻ കൊട്ടാരം. പൂനെ വേറൊരു ചോദ്യം ഉണ്ടേ. ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന സ്ഥലം പൂനെയാണ്. ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പൂനെ. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചതും പൂനെയിലായിരുന്നു. പിന്നെ ഈ പ്ലേഗ് കാരണമാണ് മുംബൈയിലേക്ക് മാറ്റുന്നത്. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം ഏതായിരുന്നത്? പൂനെ ആയിരുന്നു. ഓർത്തു വെച്ചിരിക്കണേ. ഡെക്കാണിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ്? പൂനെയാണ്. അഗാഖാൻ കൊട്ടാരം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എവിടെ? പൂനെയിലാണ്. പൂനെയിലാണ് അഗാഖാൻ കൊട്ടാരം എവിടെയെന്ന് ചോദിച്ചാൽ. അപ്പൊ 1916 ഹോം റൂൾ ലീഗ് രൂപീകരിച്ചത് 2 പേർ ചേർന്നു. ആരൊക്കെയാ? ആനി ബസന്റ്, ബാലഗംഗാധര തിലകൻ. ആനി ബസന്റ് അടയാറിലും ബാലഗംഗാധര തിലകൻ എവിടെയായിരുന്നു? പൂനെയിലുമായിരുന്നു. ബാലഗംഗാധര തിലകന്റെ 2 പത്രങ്ങളല്ലേ കേസരിയും മറാത്തയും. ബാലഗംഗാധര തിലകന്റെ 2 പത്രങ്ങളാണ് കേസരിയും മറാത്ത. അത് എടുത്തു പഠിക്കണം അവിടെ. കേസരി എന്ന പത്രം മറാത്ത ഭാഷയിലും മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമായിരുന്നു. അപ്പൊ ബാലഗംഗാധര തിലകന്റെ 2 പത്രങ്ങൾ ഏതൊക്കെയാ? കേസരി, മറാത്ത. പക്ഷെ ഭാഷകൾ തിരിഞ്ഞു വരണം. കേസരി പത്രം മറാത്ത ഭാഷയിലും മറാത്ത പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമായിരുന്നു. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ ആനി ബസന്റിന്റെ 2 പത്രങ്ങളാ ന്യൂ ഇന്ത്യ, കോമൺവീൽ. കേട്ടോ, ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരുടെയാണ്? ആനി ബസന്റിന്റെ. INCയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ വനിത ആനി ബസന്റ് ആണ്. INCയുടെ വനിതാ പ്രസിഡന്റ് എന്ന് ചോദിക്കത്തില്ലേ? അപ്പൊ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് 1917 കൊൽക്കത്ത സമ്മേളനത്തിൽ. ആദ്യ ഇന്ത്യക്കാരിയായ വനിത എന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ സരോജിനി നായിഡു പറയുന്നത്. 25 കാൺപൂർ പറയേണ്ടത്. അപ്പൊ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ആദ്യത്തെ വനിതാ പ്രസിഡന്റ് 17 ആനി ബസന്റും ആദ്യ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് 25 കാൺപൂരുമാണ്. അപ്പൊ അത് എത്രയും കിട്ടുമല്ലോ. അപ്പൊ ആനി ബസന്റ് ഹോം റൂൾ ലീഗ് എവിടെയാണ് സ്ഥാപിച്ചത്? അടയാറിലാണ്. അടയാർ എവിടെയാണ്? അടയാർ ചെന്നൈയിലല്ലേ? നമ്മുടെ തമിഴ്നാട്ടിലല്ലേ? തമിഴ്നാട്ടിലെ അടയാർ വേറൊരു ചോദ്യമുണ്ട്. കലാക്ഷേത്ര എന്നും പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. തമിഴ്നാട്ടിലെ അടയാറിലാണ് കലാക്ഷേത്ര സ്ഥാപിച്ചത്. അതായത് രുക്മിണി ദേവി അരുണ്ടേൽ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? രുക്മിണി ദേവി അരുണ്ടേലിന്റെ പ്രശസ്ത നൃത്ത സ്ഥാപനമാണ് കലാക്ഷേത്ര. ഇത് സ്ഥിതി ചെയ്യുന്നത് അടയാറിലാണ്. രുക്മിണി ദേവി അരുണ്ടേലിന്റെ കലാക്ഷേത്ര എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ അടയാറിലാണ്. ആരാ രുക്മിണി ദേവി അരുണ്ടേൽ? വേറൊരു ചോദ്യം, നല്ലൊരു ചോദ്യം ഉണ്ടല്ലോ. അതായത് രാഷ്ട്രപതിക്ക് പാർലമെന്റിലേക്ക്, രാജ്യസഭയിലേക്ക് എത്ര പേരെ നോമിനേറ്റ് ചെയ്യാം? രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ ആദ്യമായി തെരഞ്ഞെടുത്തത് രുക്മിണി ദേവി അരുണ്ടേലിനെയാണ്. അപ്പൊ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി ആദ്യമായി തെരഞ്ഞെടുക്കുന്നത് ആരെയാണ്? രുക്മിണി ദേവി അരുണ്ടേൽ. അപ്പൊ രാഷ്ട്രപതിക്ക് പാർലമെന്റിലേക്ക് എത്ര പേരെ തെരഞ്ഞെടുക്കാതെ നോമിനേറ്റ് ചെയ്യാം? 12 പേരെ. അങ്ങനെ ആദ്യമായി തെരഞ്ഞെടുത്തത് ആരെയാണ്? രുക്മിണി ദേവി അരുണ്ടേൽ. ആദ്യമായി തെരഞ്ഞെടുത്ത മലയാളി ആരാണ്? രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളി, രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന ആദ്യ മലയാളി ആരാ? സർദാർ KM പണിക്കർ അല്ലെ? രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളിയുടെ പേരെന്താണ്? സർദാർ KM പണിക്കർ. എവിടെയോ കേട്ടിട്ടില്ലേ? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് അദ്ദേഹമല്ലേ? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് സർദാർ KM പണിക്കരാണ് അല്ലെ? സർദാർ KM പണി. പിന്നെയും പഠിച്ചിട്ടുണ്ടേ നമ്മുടെ ഈ ഭാഷാ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഇല്ലേ? 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വന്നത് ഫസൽ അലി കമ്മീഷൻ. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. ഇതിൽ അംഗമായ മലയാളിയും ഇദ്ദേഹമാണ്. 53 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 3 പേരേ ഉള്ളൂ. ഫസൽ അലി, HN ഖുസ്രു, സർദാർ KM പണിക്കർ. ഫസൽ അലി, HN ഖുസ്രു, സർദാർ KM പണിക്കർ. ഇതിൽ ഒരേ ഒരു മലയാളിയാണ് നമ്മുടെ സർദാർ KM പണിക്കർ. കാവാലം മാധവ പണിക്കർ എന്നാ മൊത്തപ്പേര് കേട്ടോ. അപ്പൊ ഏതൊക്കെ പഠിച്ചു? സർദാർ KM പണിക്കരെ കുറിച്ച്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് സർദാർ KM പണിക്കരാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളി സർദാർ KM പണിക്കരാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനായ ഫസൽ അലി കമ്മീഷൻ അംഗമായ മലയാളി ആരാണ്? സർദാർ KM പണിക്കരാണ്. പിന്നെ ചൈനയിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യയുടെ അംബാസിഡർ, സർദാർ KM പണിക്കരാണ്. പിന്നെ പോർച്ചുഗീസുകാരെ കുറിച്ച് പറങ്കിപ്പടയാളികൾ എന്നൊരു പ്രശസ്ത കൃതി ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. പോർച്ചുഗീസുകാരെ കുറിച്ച് പറങ്കിപ്പടയാളികൾ എന്ന പ്രശസ്ത കൃതി എഴുതിയതാരാണ്? സർദാർ KM പണിക്കർ കേട്ടോ.
അതുപോലെ ഹിസ്റ്ററി ഓഫ് കേരള അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്ത കൃതിയാണ്. പറങ്കി പടയാളികൾ, രണ്ടു ചൈനയിൽ, ഹിസ്റ്ററി ഓഫ് കേരള, പിന്നെ കേരള സിംഹം ഇതൊക്കെ സർദാർ KM പണിക്കരുടെ. പിന്നെ 1956 തൃശ്ശൂർ വന്ന കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരാണ്. 1956 വന്ന തൃശ്ശൂർ വന്ന കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരാടെ? സർദാർ KM പണിക്കർ. അപ്പൊ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചത് ആരാടെ? സർദാർ KM പണിക്കർ. നമ്മൾ പറഞ്ഞു പോകാൻ കാരണം എന്തായിരുന്നടെ? സപ്രു എന്ന് കേട്ടപ്പോഴാണ്. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റി ഏതാടെ? സപ്രു കമ്മിറ്റി. എവിടം മുതൽ എവിടം വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ? 36 മുതൽ 51 വരെ അല്ലേ? നിർദ്ദേശക തത്വങ്ങൾ എവിടം മുതലാണ്? 36 മുതൽ 51 വരെ. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമാണോ? അല്ല. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല അല്ലെ? അതിലല്ലേ ഏകീകൃത സിവിൽ കോഡൊക്കെ കൊണ്ടുവരുന്നത്? നിർദ്ദേശക തത്വത്തിലല്ലേ? ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് എത്രാന്നറിയാമോ? ആർട്ടിക്കിൾ 44. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് എത്രയുടെ? ആർട്ടിക്കിൾ 44. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തു? ഗോവയ്ക്ക് ഏകീകൃത സിവിൽ കോഡ് ഉണ്ടായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യാനന്തരം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം എന്ന് ചോദിക്കും, ഉത്തരാഖണ്ഡിലാണ്. സ്വാതന്ത്ര്യാനന്തരം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ആരുടെ? ഉത്തരാഖണ്ഡ്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് എത്ര? 44 ആണ്. 40 എന്താണെന്നറിയാമോ? 40 ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 40 ആണ്. ഗ്രാമപഞ്ചായത്ത് എത്രയാണ്? ആർട്ടിക്കിൾ 40 ആണ്. 45 എന്താണെന്നറിയാമോ? 45 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണവും. 6 വയസ്സിൽ താഴെ മുകളിലോട്ട് വേണ്ട. 21A നമ്മൾ പഠിച്ചിട്ടില്ലേ? 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അത് ആർട്ടിക്കിൾ 45 ആണ്. 45. അതുപോലെ ഒരു 38A-യും 38D-യും ഉണ്ട്. നിർദ്ദേശക തത്വങ്ങൾ അത് പഠിച്ചു വെച്ചിരിക്കണേ. 38 ഞാൻ റിവിഷൻ നടത്തി തരികയാണ്. 38A-യും 38D-യും ഉണ്ടേ. 38 അല്ല, 39A-യും 39D-യും ഉണ്ടേ. 39A എന്ന് പറഞ്ഞാൽ തുല്യനീതിയും പാവപ്പെട്ടവന് സൗജന്യ നിയമസഹായം. തുല്യനീതിയും പാവപ്പെട്ടവന് സൗജന്യ നിയമസഹായം. പക്ഷെ 39D എന്താന്ന് ചോദിച്ചാല് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം. അപ്പൊ കിട്ടുമല്ലോ. അപ്പൊ 39A-യും D-യും ഒന്നും കൂടെ പറഞ്ഞിടെ. 39A എന്ന് പറഞ്ഞാൽ തുല്യനീതിയും പാവപ്പെട്ടവന് സൗജന്യ നിയമസഹായം. 39D എന്താണ്? D എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം. ഓർത്തു വെച്ചിരിക്കണേ. ഈ ലഹരി പദാർത്ഥങ്ങൾ ആരോഗ്യത്തിന് ഹാനികരം, മദ്യനിരോധനം എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിൾ 47 ആണ്. ലഹരി പദാർത്ഥങ്ങൾ ആരോഗ്യത്തിന് ഹാനികരവും മദ്യനിരോധനം എത്രയാണ്? ആർട്ടിക്കിൾ 47 ആണ്. 48 ആണ് കൃഷി, മൃഗസംരക്ഷണം, ഗോവധം. കൃഷി, മൃഗസംരക്ഷണം, ഗോവധം ഒക്കെ 48. 48A ആണ് പരിസ്ഥിതി സംരക്ഷണം. കേട്ടോ, അത് ഉറപ്പായിട്ട് പഠിച്ചു വെച്ചേരെ. 48A ഏതാണ്? പരിസ്ഥിതി സംരക്ഷണം. 49 ആണ് ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കൽ. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷണവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ആർട്ടിക്കിൾ 49. 50 ആണ് കാര്യനിർവഹണ വിഭാഗവും നീതിന്യായ വിഭാഗവും തമ്മിൽ വേർതിരിക്കുന്നത്. കാര്യനിർവഹണ വിഭാഗത്തെ നീതിന്യായ വിഭാഗത്തിൽ നിന്ന് വേർതിരിച്ചത് ആർട്ടിക്കിൾ 50. 51 ആണ് അന്താരാഷ്ട്ര സമാധാനം. അപ്പൊ അന്താരാഷ്ട്ര സമാധാനത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 51 ആണ്. കേട്ടോ, നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാ കടമെടുത്തതെന്ന് ചോദിച്ചിട്ടില്ലേ? ആദ്യം ഉണ്ടായത് സ്പെയിനിൽ നിന്നാണെങ്കിലും ഇന്ത്യക്കാർ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? അയർലൻഡ്. ഭരണഘടനയുടെ 4-ാം ഭാഗത്താണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ എത്രാം ഭാഗത്താണ്? 4-ാം ഭാഗത്ത്. ആമുഖം 2-ാം ഭാഗത്തല്ലേ? മൗലിക അവകാശം 3-ാം ഭാഗത്തല്ലേ? നിർദ്ദേശക തത്വം 4-ാം ഭാഗത്തല്ലേ? മൗലിക കർത്തവ്യങ്ങൾ 4A-യിലല്ലേ? പാർലമെന്റ് അല്ലേ 5? അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേടെ. ആമുഖം അല്ല, പൗരത്വം. പൗരത്വം എത്രാം ഭാഗം? പൗരത്വം 2-ാം ഭാഗം. പൗരത്വം എത്രാം ഭാഗോടെ? പൗരത്വം 2-ാം ഭാഗം. മൗലിക അവകാശങ്ങൾ എത്രാം ഭാഗം? പൗരത്വം 2-ാം ഭാഗം. മൗലിക അവകാശങ്ങൾ 3-ാം ഭാഗം. നിർദ്ദേശക തത്വങ്ങൾ 4-ാം ഭാഗം. മൗലിക കർത്തവ്യങ്ങൾ 4A. പാർലമെന്റ് എത്രയുടെ? 5. പാർലമെന്റ് എത്രയുടെ? ഭാഗം ഇത്രയൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഭാഗം 5 ആണ്. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ ലോകത്ത് ആദ്യമായി ഉണ്ടായത് എവിടെയാണ്? സ്പെയിനിൽ. ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തത്. മൗലിക കർത്തവ്യങ്ങൾ കൊണ്ടുവന്ന കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചുള്ള ആർട്ടിക്കിൾ എത്രയാണ്?
51A അല്ലെ? 51A ആണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 51A. മറ്റേത് 36 മുതൽ 51 വരെ അല്ലെ? 12 to 35 മൗലിക അവകാശം, 36 to 51 വരെ മൗലിക കർത്തവ്യങ്ങൾ, 51A 36 to 51 വരെ നിർദ്ദേശക തത്വങ്ങൾ, 51A ആണ് മൗലിക കർത്തവ്യങ്ങൾ. അപ്പൊ സ്വരൻ സിംഗ് കമ്മിറ്റി ഒന്നുകിൽ മൗലിക കർത്തവ്യങ്ങൾ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ 42ാം ഭരണഘടനാ ഭേദഗതി എന്നും ചോദിക്കാം. അത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പം ഏകദേശം ഒത്തിരി റിവിഷൻ ആയെന്ന് തോന്നുന്നു അല്ലെ? അടുത്ത സെറ്റ് ഒക്കെ കല്യാണ സൗഗന്ധികം തുള്ളൽ കൃതി കൊണ്ടുവന്ന വ്യക്തിയാണ് കുഞ്ചൻ നമ്പ്യാർ. പക്ഷെ കല്യാണ സൗഗന്ധിക ആട്ടക്കഥ കോട്ടയത്ത് തമ്പുരാന്റെയാണ്. കല്യാണ സൗഗന്ധിക എന്ന തുള്ളൽ കൃതി ആരുടെയാണ്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ വിശേഷണം ഓർമ്മയുണ്ടോ? കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാരല്ലേ? ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരല്ലേ? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ രചയിതാവ് എന്നറിയപ്പെടുന്നത് അപ്പൊ കവിത ചാട്ടവാറാക്കിയ കവി, മലയാളത്തിന്റെ ജനകീയ കവി, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാടെ? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. എവിടാ ജനിച്ചത് കുഞ്ചൻ നമ്പ്യാർ? പാലക്കാട് ജില്ലയിലെ ലക്കിടി പഞ്ചായത്തിലെ കിള്ളിക്കുറിശി മംഗലത്ത് അല്ലെ? പാലക്കാട് ജില്ലയിലെ ലക്കിടി പഞ്ചായത്തിലെ കിള്ളിക്കുറിശി മംഗലത്തിലെ കലക്കത്ത് ഭവനം കേട്ടോ. കുഞ്ചൻ നമ്പ്യാരുടെ വീട്ടുപേരെന്താണ്? കലക്കത്ത് ഭവനമാണ് കുഞ്ചൻ നമ്പ്യാരുടെ വീട്ടുപേര്. അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതി ഏതായിരുന്നടെ? കല്യാണ സൗഗന്ധിക. ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ചത് ഏത് ക്ഷേത്രത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി തുള്ളൽ അവതരിപ്പിച്ചത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യമായിട്ട് തുള്ളൽ കൃതി അവതരിപ്പിച്ചത്. അപ്പൊ മലയാളത്തിന്റെ ജനകീയ കവി ആരാടെ? കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ ദിനം എന്നാന്ന് ചോദിച്ചാൽ മെയ് 5 പറയണം കേട്ടോ. കുഞ്ചൻ ദിനം എന്നാടെ? മെയ് 5 ആണ്. അപ്പൊ മലയാളത്തിന്റെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് ആരെയാ? നമ്മുടെ കുഞ്ചൻ നമ്പ്യാരെയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാ? കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധിക ആട്ടക്കഥയാണെന്ന് ചോദിച്ചാൽ കോട്ടയത്ത് തമ്പുരാന്. അറിയാമോ ആരാ കോട്ടയത്ത് തമ്പുരാൻ? കഥകളിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചിട്ടില്ലേ? കഥകളിയുടെ പിതാവ് കോട്ടയത്ത് തമ്പുരാനാണ്. പക്ഷെ രാമനാട്ടത്തിന്റെ പിതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ പിതാവ് കോട്ടയത്ത് തമ്പുരാനും അതിന്റെ ആദ്യകാല രൂപമായ രാമനാട്ടത്തിന്റെ പിതാവ് ആരാണ്? അത് കൊട്ടാരക്കര തമ്പുരാനുമാണ്. കൊട്ടാരക്കര തമ്പുരാൻ ഓർത്ത് വെച്ചിരിക്കണേ. കൊട്ടാരക്കര തമ്പുരാന്റെ ആട്ടക്കഥ ഈ അടുത്ത കാലത്ത് ചോദിച്ചു. രാമായണ ആട്ടക്കഥ. മലയാളത്തിലെ ആദ്യത്തെ ആട്ടക്കഥയുടെ പേര് രാമായണം ആട്ടക്കഥ എന്നാണ്. അത് കൊട്ടാരക്കര തമ്പുരാന്റെ ആയിരുന്നു കേട്ടോ. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ കല്യാണ സൗഗന്ധിക ആട്ടക്കഥ കോട്ടയത്ത് തമ്പുരാൻ. ഒരു നളചരിത ആട്ടക്കഥ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? നളചരിത ആട്ടക്കഥ എവിടാ പഠിച്ചിട്ടുള്ളത്? ഉണ്ണായി വാര്യരുടെ പ്രശസ്ത ആട്ടക്കഥ ഏത് അല്ലെ? മലയാള ശാകുന്തളം എന്ന് വിളിക്കുന്ന ആട്ടക്കഥ ഏതാണ്? നളചരിത ആട്ടക്കഥയാ. മലയാള ശാകുന്തളം എന്ന് വിളിക്കുന്ന ആട്ടക്കഥ ഏതാണ്? നളചരിതം ആട്ടക്കഥയാണ് അല്ലെ? ഇതിന് ആരാ എഴുതിയത് നളചരിത ആട്ടക്കഥ? ഉണ്ണായി വാര്യരാണ്. നളചരിത ആട്ടക്കഥ എഴുതിയത് ആരാണ്? ഉണ്ണായി വാര്യർ. എവിടെയാണ് ഉണ്ണായി വാര്യരുടെ സ്മാരകം? ഇരിങ്ങാലക്കുട, തൃശ്ശൂര് അല്ലെ? ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരിങ്ങാലക്കുടയിലാണ്. ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇരിങ്ങാലക്കുടയിലാണ്. അതുപോലെ ഈ സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇരിങ്ങാലക്കുടയാണ് കേട്ടോ. സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്ന സ്ഥലവും ഏതാണ്? ഇരിങ്ങാലക്കുട അല്ലെ? അപ്പൊ ഉണ്ണായി വാര്യർ സ്മാരകം എവിടെ? ഇരിങ്ങാലക്കുട. AR രാജരാജവർമ്മ സ്മാരകം എവിടെ? AR രാജരാജവർമ്മ സ്മാരകം മാവേലിക്കരയിലാണ്. AR രാജരാജവർമ്മ സ്മാരകം എവിടെ? മാവേലിക്കര. കുമാരനാശാൻ സ്മാരകം എവിടെ? തോന്നക്കൽ അല്ലെ? കുമാരനാശാൻ സ്മാരകം എവിടെ? തോന്നക്കലാണ്. ഉള്ളൂർ സ്മാരകം എവിടെ? ഉള്ളൂർ സ്മാരകം ജഗതി. ഉള്ളൂർ സ്മാരകം എവിടെയാണ്? ജഗതിയാണ് ഉള്ളൂർ സ്മാരകം. മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം കൊണ്ടോട്ടിയില. മൊയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെയാണ്? മലപ്പുറത്ത് കൊണ്ടോട്ടിയിലാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് സ്മാരകം ചന്ദനക്കാവ് എന്ന് പഠിച്ചിട്ടുണ്ടോ? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ സ്മാരകം എവിടെയാണ്? അത് ചന്ദനക്കാവിലാണ്. അതൊന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ AR രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാവേലിക്കരയില്. അതുപോലെ കുഞ്ഞാലി മരക്കാർ സ്മാരകം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞാലി മരക്കാർ സ്മാരകം ഇരിങ്ങൽ കേട്ടോ. ഇരിങ്ങൽ. കുഞ്ഞാലി മരക്കാർ സ്മാരകം എവിടെയാണ്? ഇരിങ്ങൽ. മറ്റേത് ഇരിങ്ങാലക്കുട അല്ലെ? ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുട.
ഇരിങ്ങാലക്കുട കുഞ്ഞാലിമരക്കാർ സ്മാരകം ഇരിങ്ങലാണ്. ഇരിങ്ങൽ, അത് ഇത്രയൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതിയുടെ പേരെന്തായിരുന്നത്? കല്യാണ സൗഗതി. എവിടെ അവതരിപ്പിച്ചത്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന ഏതാ? കരുമാടിക്കുട്ടൻ ബുദ്ധമത കേന്ദ്രമൊക്കെ ആലപ്പുഴ ജില്ലയിലല്ലേ? കരുമാടിക്കുട്ടൻ ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കരുമാടിക്കുട്ടൻ ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ആലപ്പുഴ ജില്ലയിലാണ്. കല്ലിൽ ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടാന്ന് ചോദിക്കാൻ. കല്ലിൽ ജൈനക്ഷേത്രം അത് എറണാകുളത്താണ്. എറണാകുളം പെരുമ്പാവൂരില. അപ്പൊ കല്ലിൽ ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം പെരുമ്പാവൂര്. ശ്രീമൂലവാസം കരുമാടിക്കുട്ടൻ ബുദ്ധമത കേന്ദ്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ആലപ്പുഴ ജില്ലയിലെ. ആലപ്പുഴ ജില്ലയിലല്ലേ ഇവിടെ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസും കയർ ഫാക്ടറിയും വന്നത്? കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസും കയർ ഫാക്ടറിയും വന്നത് ആലപ്പുഴയിലാണ്. 1857 പോസ്റ്റ് ഓഫീസ് വരുന്നു. 1859 കയർ ഫാക്ടറി വരുന്നു. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസും കയർ ഫാക്ടറിയും 57 1857 പോസ്റ്റ് ഓഫീസും 1859 കയർ ഫാക്ടറിയും വരുന്നത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? അതുപോലെ 1859 നമ്മുടെ ചാനാർ ലഹള നടന്ന വർഷം. സെറ്റല്ലേ? ചാനാർ ലഹള നടന്ന വർഷവും 1859. അടുത്തതിലോട്ട് പോട്ടെ. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ശില്പി. നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ശില്പി നമ്മുടെ ജവഹർലാൽ നെഹ്റു. 1961 ഇത് രൂപം കൊള്ളുന്നത്. 1961 രൂപം കൊള്ളുന്നെങ്കിലും 1955 കാലഘട്ടത്തിലെ ബാന്തുങ് സമ്മേളനത്തിൽ വെച്ചാണ് ഇതിന്റെ ഉടമ്പടി വരുന്നത്. ഇത് 61 ഇത് വരുന്നത് ബെൽഗ്രേഡ് സമ്മേളനത്തിൽ വെച്ചാണ്. ബെൽഗ്രേഡ് സമ്മേളനത്തിലാണ് ഇത് രൂപം കൊള്ളുന്നത്. 55 ബാന്തുങ് സമ്മേളനത്തിൽ വെച്ച് ഇതിന്റെ ഉടമ്പടി നടക്കുന്നുണ്ട്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ശില്പി നമ്മുടെ ജവഹർലാൽ നെഹ്റുവാണ്. പക്ഷെ ചേരിചേര എന്ന നയം ആദ്യമായി കൊണ്ടുവന്നത് ഒരു മലയാളിയാണ്, VK കൃഷ്ണമേനോനാണ്. അപ്പൊ ചേരിചേര പ്രസ്ഥാനത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. പക്ഷെ ചേരിചേര പ്രസ്ഥാനം എന്ന ആശയം കൊണ്ടുവന്നത് ആരാ? മലയാളിയായ VK കൃഷ്ണമേനോൻ. എവിടെ കേട്ടിട്ടുള്ള VK കൃഷ്ണമേനോൻ? 1961 ഗോവ വിമോചന സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ഒരു മലയാളിയാന്ന് പഠിച്ചിട്ടില്ല ഇവിടെ. അതായത് പോർച്ചുഗീസുകാർ ഏറ്റവും അവസാനമായി ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ഏത് വർഷം? 61 അല്ലെ? പോർച്ചുഗീസുകാർ 1498 വരുന്നുണ്ട്, 1961 ഇന്ത്യയിൽ നിന്ന് പോകുന്നുണ്ട് അല്ലെ? ആദ്യം വന്നതും അവസാനം പോയ വിദേശ ശക്തി ആയിരുന്നു ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടു പോയ വർഷം എന്നാണ് 1961. ആ സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോനാണ്. പോർച്ചുഗീസുകാർ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഇന്ത്യയിലെ കീഴടക്കി വെച്ചിരുന്നത്? പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കീഴടക്കി വെച്ചിരുന്ന സ്ഥലങ്ങൾ ഗോവ, ഡാമൻ, ഡിയു അല്ലെ? ഗോവ, ഡാമൻ, ഡിയു ആണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കീഴടക്കിയത്. ഏത് വർഷമാണ് പോർച്ചുഗീസുകാർ പോകുന്നത്? 61. ഫ്രഞ്ചുകാർ പോയത് ഏത് വർഷം? ഫ്രഞ്ചുകാർ 1954 അല്ലെ? 1954 പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചാന്ദ്രനഗർ, പോണ്ടിച്ചേരി. അപ്പൊ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ കീഴടക്കി വെച്ചിരുന്ന പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ. ഇത്രയും എവിടെയാണ് ഫ്രഞ്ചുകാർ കീഴടക്കി വെച്ചിരുന്നത്. അപ്പൊ പോർച്ചുഗീസുകാർ കീഴടക്കി വെച്ചിരുന്ന പ്രദേശം ഏതൊക്കെയാണ്? 61 ഗോവ, ഡാമൻ, ഡിയു. പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടു പോയത് എന്താണ് അറിയപ്പെടുന്നത്? ഗോവ വിമോചനം. ഗോവ വിമോചനത്തിന് ഇന്ത്യ ഗവൺമെന്റ് ഓപ്പറേഷൻ വിജയ് എന്നാണ് ഇട്ടിരിക്കുന്നത്. ഓപ്പറേഷൻ വിജയ് എന്നാണ് ഗോവ വിമോചനം ഇട്ടിരുന്നത് കേട്ടോ. ഗോവ വിമോചന സമയത്ത് INCയുടെ നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി, പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോനാണ്. VK കൃഷ്ണമേനോൻ മലയാളിയാണ്. സൈനിക സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നത് VK കൃഷ്ണമേനോനാണ് കേട്ടോ. സൈനിക സ്കൂൾ എന്ന ആശയമില്ലേ നമ്മുടെ കേരളത്തിൽ കഴക്കൂട്ടത്തുണ്ടല്ലോ സൈനിക സ്കൂളൊക്കെ. സൈനിക സ്കൂൾ എന്ന ആശയം കൊണ്ടുവന്നതും VK കൃഷ്ണമേനോൻ. കോഴിക്കോടുകാരനാണ്. VK കൃഷ്ണമേനോന്റെ മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റ് ഹില്ലുണ്ട് കേട്ടോ. അപ്പം VK കൃഷ്ണമേനോൻ ഏത് ജില്ലക്കാരൻ എന്ന് ചോദിച്ചാൽ കോഴിക്കോടുകാരനായിരുന്നു. ഈ VK കൃഷ്ണമേനോന്റെ പേരിലായിരുന്നു ആദ്യത്തെ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളം ഇല്ലേ? ഇപ്പൊ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം എന്നല്ലേ അറിയാം. അത് ഇദ്ദേഹത്തിന്റെ പേരിലായിരുന്നു ആദ്യം അറിയപ്പെട്ടു തുടങ്ങിയത് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഏതായിരുന്നേ? ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ശില്പിയായിരുന്നു ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. ചേരിചേരാ നയം ആദ്യമായി ആവിഷ്കരിച്ചത് മലയാളി VK കൃഷ്ണമേനോൻ. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രധാന
പ്രധാന ഒരു കൃതിയല്ലേ ഇന്ത്യയെ കണ്ടെത്തൽ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, അല്ലെ, വിശ്വചരിത്ര അവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, വിശ്വചരിത്ര അവലോകനം, ഗ്ലൈംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഇതൊക്കെ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രധാന കൃതിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെ. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ. EMSന്റെ അത് തന്നെ. EMSന്റെ ആത്മകഥയുടെ പേരും ആത്മകഥ. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്തായിരുന്നത്? ആത്മകഥ എന്ന് തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിന് ഏറ്റവും കൂടുതൽ LGSന് ചോദിക്കുന്നത് 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച INCയുടെ സമ്മേളനം ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച INCയുടെ സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. അത് ജവഹർലാൽ നെഹ്റു ആണ് ആ സമയത്തെ INCയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയുടെ പേര് പറഞ്ഞേ, ആത്മകഥ. ഇതൊക്കെ എവിടുത്തുകാരനാ ജവഹർലാൽ നെഹ്റു? ഉത്തർപ്രദേശിലെ അലഹബാദിലെ ആനന്ദ് ഭവൻ, ഇങ്ങനല്ലേ പറയുന്നത്? ഉത്തർപ്രദേശിലെ അലഹബാദിലെ ആനന്ദ് ഭവൻ ആരുടെ വീട്ടുപേരാ? നെഹ്റു കുടുംബത്തിന്റെ വീട്ടുപേരാണ്. ഉത്തർപ്രദേശിലെ അലഹബാദിലെ ആനന്ദ് ഭവൻ. നവംബർ 14 ഇദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായിട്ട് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ നവംബർ 14 ശിശുദിനമായിട്ട് പറയുന്നത്. ഇതേ നവംബർ 14 ഡയബറ്റിസ് ഡേ, പ്രമേഹ ദിനം നമ്മൾ പറയാറില്ലേ? പ്രമേഹ ദിനം എന്നൊന്ന് ചോദിച്ചാലും നവംബർ 14 ഇൻസുലിൻ കണ്ടുപിടിച്ച ബാൻഡിങ്ങിന്റെ ജന്മദിനമാണ് നമ്മൾ പ്രമേഹ ദിനമായിട്ട് പറയുന്നത്. ഇൻസുലിൻ കണ്ടുപിടിച്ച ബാൻഡിങ്ങിന്റെ ജന്മദിനം നമ്മൾ എന്തായിട്ട് പറയുന്നത്? പ്രമേഹ ദിനമായിട്ട് പറയുന്നു. എന്നാ പ്രമേഹ ദിനം? നവംബർ 14. അപ്പൊ ശിശുദിനവും പ്രമേഹ ദിനവും ഒരു ദിവസം തന്നെയാണ്, നവംബർ 14. ക്യാൻസർ ദിനം എന്നാ? ക്യാൻസർ ദിനം ഫെബ്രുവരി 4 അല്ലെ? ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. എയ്ഡ്സ് ദിനം എന്നാ? എയ്ഡ്സ് ദിനം ഡിസംബർ 1 അല്ലെ? ഡിസംബർ 1 എയ്ഡ്സ് ദിനം. അപ്പൊ ഫെബ്രുവരി 4 ഏതാണ്? ക്യാൻസർ ദിനം. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമാണ്. ഫെബ്രുവരി 2 ഏതാണ്? തണ്ണീർത്തട ദിനമാണ്. ജനുവരി 30 കുഷ്ഠരോഗ നിവാരണ ദിനം. ജനുവരി 30 കുഷ്ഠരോഗ നിവാരണ ദിനവും മാർച്ച് 24 കാലാവസ്ഥാ ദിനവും മാർച്ച് 24 അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നവംബർ 14 ഏത് ദിനമാണ്? ഇൻസുലിൻ കണ്ടുപിടിച്ച ബാൻഡിങ്ങിന്റെ ജന്മദിനം, പ്രമേഹ ദിനമായിട്ട് പറയുന്നു. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് കേട്ടോ. കണ്ണുനീര്, ഇൻസുലിൻ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക് ആണ്. സിങ്ക്. കലാമിൻ, സിങ്കിന്റെ ഒരു അയിരല്ലേ? കലാമിൻ സിങ്കിന്റെ ഒരു അയിരാണ്. അതുപോലെ മെർക്കുറിയുടെ ഒരു അയിരല്ലേ? സിന്നബാർ മെർക്കുറിയുടെ ഒരു അയിരാണ്. ബോക്സൈറ്റ് കേട്ടിട്ടുണ്ടോ? ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെയാണ്. അപ്പൊ മെർക്കുറിയുടേത് സിന്നബാർ, കലാമിൻ മെർക്കുറിയുടേത് ഏതായിരുന്നു? മെർക്കുറിയുടേത് സിന്നബാർ, കലാമിൻ സിങ്ക്, ബോക്സൈറ്റ് എന്തിന്റെ ആയിരുന്നത്? അലൂമിനിയം. മോണോസൈറ്റ് തോറിയം അല്ലെ? ഇൽമനൈറ്റ് ടൈറ്റാനിയം. മോണോസൈറ്റ് തോറിയം, ഇൽമനൈറ്റ് എന്തിന്റെ ആയിരുന്നത്? ടൈറ്റാനിയത്തിന്റെ ആയിരുന്നു. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിന്റെയാണ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും എന്തിന്റെയാണ്? ഇരുമ്പ്. പിച്ച് ബ്ലെൻഡ് എന്തിന്റെയാണ്? പിച്ച് ബ്ലെൻഡ് യുറേനിയം. പിച്ച് ബ്ലെൻഡ് എന്തിന്റെ? യുറേനിയം. ബിസ്മത്തറൈറ്റ് ആണ് സ്വർണത്തിന്റെ. ബിസ്മത്തറൈറ്റ് ഏതാണ്? സ്വർണം. അർജന്റൈറ്റ് വെള്ളി. അർജന്റൈറ്റ് വെള്ളിയുടെ അയിരാണ്. ബിസ്മത്തറൈറ്റ് സ്വർണത്തിന്റെ അയിരാണ്. പിച്ച് ബ്ലെൻഡ് നമ്മുടെ യുറേനിയത്തിന്റെയാണ്. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെയാണ്. മോണോസൈറ്റ് തോറിയം, ഇൽമനൈറ്റ് ടൈറ്റാനിയം, സിന്നബാർ മെർക്കുറി, കലാമിൻ സിങ്ക്. പിന്നെ ഉണ്ട് ഒരു ഗലീന പഠിച്ചിട്ടില്ലേ? ഗലീന ലെഡിന്റെയാണ്. ഗലീന എന്തിന്റെ? ലെഡ്. ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ ഒത്തിരി നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ശില്പി. ഒത്തിരി പേരുണ്ട്, മാർഷൽ ടിറ്റോയും ഗമാൽ അബ്ദുൽ നാസറും ഒക്കെ. ഇപ്പൊ ഈ ഒരു കൺഫ്യൂസിംഗ് ഫാക്ട്സ് പഠി. തത്വചിന്തകനായ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനും വിദ്യാഭ്യാസ തത്വചിന്തകനായ രാഷ്ട്രപതി നമ്മുടെ ഡോക്ടർ സക്കീർ ഹുസൈനുമാണ്. അപ്പൊ തത്വചിന്തകനായ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലെ? ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം അല്ലെ സെപ്റ്റംബർ 5 നമ്മൾ അധ്യാപക ദിനമായിട്ട് പറയും. നമുക്ക് 2 അധ്യാപക ദിനമുണ്ട്. ഇന്ത്യൻ അധ്യാപക ദിനവും ലോക അധ്യാപക ദിനവും അടുത്തടുത്ത് കിടക്കുക. സെപ്റ്റംബർ 5 ഇന്ത്യൻ അധ്യാപക ദിനം, ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. സെപ്റ്റംബർ 5 ഇന്ത്യൻ അധ്യാപക ദിനമാണെങ്കിൽ ഒക്ടോബർ 5 ഏതാ? തിരിഞ്ഞു പോരുതേ. ഒക്ടോബർ 5 ഏതാണ്? ലോക അധ്യാപക ദിനമാണ്. അത് ശ്രദ്ധിച്ചോണേ. അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ പ്രസിഡന്റും. ശരിയല്ലേ? എവിടുത്തുകാരനാണെന്നറിയാമോ? തമിഴ്നാട്ടിലെ തിരുത്തണിയിലാണ്. തിരുത്തണി ഗ്രാമത്തിലാണ് ജനിച്ചത്. തമിഴ്നാട്ടിലെ തിരുത്തണി ഗ്രാമത്തിൽ ജനിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇദ്ദേഹത്തിന്
1954 ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ബഹുമതിയില്ലേ ഭാരതരത്നം ആദ്യമായി വാങ്ങുന്ന 3 പേരിൽ ഒരാൾ ഇദ്ദേഹമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഭാരതരത്നം. 1954 കൊടുത്തു തുടങ്ങുന്നത്. ഈ 54 കൊടുത്തു തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് 3 പേർക്കാണ് ഭാരതരത്നം കൊടുക്കുന്നത്. ആർക്കൊക്കെയാണെന്നറിയാമോ ഇന്ത്യയുടെ ഭാരതരത്നം ആദ്യമായിട്ട് കൊടുത്തത്? സി രാജഗോപാലാചാരി, സി വി രാമൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഭാരതരത്നം ആദ്യമായിട്ട് കൊടുത്തത് ആർക്കൊക്കെയാണ്? സി രാജഗോപാലാചാരി, സി വി രാമൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇവർക്ക് 3 പേർക്കുമാണ് ആദ്യം കൈകൊണ്ട് വാങ്ങുന്നത് മുതിർന്ന വ്യക്തിയായ സി രാജഗോപാലാചാരിയാണ് കേട്ടോ. അപ്പൊ ഭാരതരത്നം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ വർഷം എന്നാണ് 1954. ആർക്കൊക്കെ ആദ്യം കിട്ടിയത്? സി രാജഗോപാലാചാരി, സി വി രാമൻ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അല്ലേ. സി രാജഗോപാലാചാരി എവിടെ പഠിച്ചേ? ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നതും ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ, സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറലേ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ, സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ, സേലം ഓഫ് മാംഗോ, വേദാരണ്യം ഗാന്ധി കേട്ടോ. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് കൊണ്ട് വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്നത് സി രാജഗോപാലാചാരിയാണ്. അപ്പൊ സേലം ഓഫ് മാംഗോ എന്നും വേദാരണ്യം ഗാന്ധി എന്നൊക്കെ വിളിക്കുന്നതും ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വിളിക്കുന്നതും ആരെയാ? സി രാജഗോപാലാചാര്യ. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ സി രാജഗോപാലാചാരിക്കാണ് ആദ്യമായിട്ട് ഭാരതരത്നം കൊടുക്കുന്നത്. ഏത് വർഷമാണ്? 1954. പിന്നെ സി വി രാമന് കിട്ടി. സി വി രാമൻ എന്നാ നോബൽ സമ്മാനം കിട്ടുന്നത്? സി വി രാമനാണല്ലോ ഫിസിക്സിലേക്ക് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് നോബൽ സമ്മാനം കൊണ്ടുവരുന്നത്. ഫിസിക്സിന് ആദ്യം 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. 1930 സി വി രാമനും 83 ഡോക്ടർ എസ് ചന്ദ്രശേഖരനും കിട്ടിയിട്ടുണ്ട്. 30 സി വി രാമന് എന്ത് കിട്ടുന്നു? നോബൽ സമ്മാനം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു അല്ലേ. നോബൽ സമ്മാനം സമുദ്രത്തിന്റെ നീല നിറത്തിന്റെ വിശദീകരണം അല്ലേ. നീല നിറത്തിന് കാരണം എന്താണ്? സമുദ്രത്തിന്റെ നീല നിറത്തിന് കാരണം എന്താ? ആകാശത്തിന്റെ നീല നിറം, സമുദ്രത്തിന്റെ നീല നിറത്തിനൊക്കെ കാരണം വിസരണമാണ് അല്ലേ. സമുദ്രത്തിന്റെ നീല നിറം, ആകാശത്തിന്റെയൊക്കെ നീല നിറത്തിന് കാരണം എന്താണ്? വിസരണമാണ്. ഈ സോപ്പ് കുമിളയിലെ മനോഹര ദൃശ്യത്തിന് കാരണം എന്താ? സോപ്പ് കുമിളയിലെ മനോഹര ദൃശ്യം, എണ്ണപ്പാളി ഉണ്ടല്ലോ, റോഡിൽ വീണ എണ്ണപ്പാളികളുടെ മനോഹര ദൃശ്യം ഇന്റർഫറൻസ് ആണ്. അതെന്തായിരുന്നത്? ഇന്റർഫറൻസ്. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്നത് ഡിഫ്രാക്ഷൻ അല്ലേ, റിയല്ല ഡിഫ്രാക്ഷൻ അല്ലേ. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്നത്. നക്ഷത്രങ്ങൾ മിന്നി മിന്നി തിളങ്ങുന്നത് അപവർത്തനമല്ലേ? ആണ്. നക്ഷത്രങ്ങൾ മിന്നി മിന്നി തിളങ്ങുന്നത് ഏതാണ്? അപവർത്തനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമോ? വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ പ്രവർത്തന തത്വം. ഇതൊക്കെ ആ പൂർണ്ണാന്തര പ്രതിഫലനമാണ്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എൻഡോസ്കോപ്പിയുടെ പ്രവർത്തന തത്വം കേട്ടോ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്, എൻഡോസ്കോപ്പിയുടെ പ്രവർത്തന തത്വം. ഇതൊക്കെ ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെയൊക്കെ പ്രവർത്തന തത്വം, പൂർണ്ണാന്തര പ്രതിഫലനം. മഴവില്ലിന് കാരണം എന്താ? മഴവില്ലിന് കാരണം അത് 3 പറയാം. മഴവില്ലിന് കാരണം പ്രകീർണനം പറയാം, അപവർത്തനം പറയാം, പൂർണ്ണാന്തര പ്രതിഫലനം പറയാം. അപ്പൊ മഴവില്ലിന് കാരണമായ 3 പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ്? പ്രകീർണനം, അപവർത്തനം, പൂർണ്ണാന്തര പ്രതിഫലനം. സെറ്റല്ലേ? അപ്പൊ അത് ഞാൻ അടുത്തതിലോട്ടങ്ങ് പോവാം. നമ്മൾ ഏതൊക്കെയോ പറയുമ്പോൾ അങ്ങ് പോകുന്നതേ ഉള്ളൂ. അപ്പം തത്വചിന്തകനായ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. വിദ്യാഭ്യാസ തത്വചിന്തകനാണ്. ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതിയും ഡോക്ടർ നമ്മുടെ സക്കീർ ഹുസൈൻ തന്നെയാണ്. സക്കീർ ഹുസൈൻ ആണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാണ് വിദ്യാഭ്യാസ ദിനം പറഞ്ഞില്ലല്ലോ നിങ്ങൾ. വിദ്യാഭ്യാസ ദിനം എന്ന നവംബർ 11. വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ 11. ആരുടെ ജന്മദിനമാണ് നമ്മൾ വിദ്യാഭ്യാസ ദിനമായിട്ട് പറയുന്നത്? നമ്മുടെ മൗലാന അബുൽ കലാം ആസാദിന്റെ, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് വിദ്യാഭ്യാസ ദിനം. എന്നാണെന്നറിയാമോ? നവംബർ 11. അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ആരാ? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി അത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആരാ? അത് ബൽദേവ് സിംഗ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്. ആഭ്യന്തരമന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ഇത് ചോദിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗർ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആരാണ്? രാജ്കുമാരി അമൃത് കൗർ. ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രി RK ഷൺമുഖം ഷെഡ്ഡിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരാണ്? RK ഷൺമുഖം ഷെഡ്ഡിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആയിരുന്നു ചോദിച്ചിട്ടുണ്ട്. ഓർത്ത് വെച്ചിരിക്കണേ. അപ്പോൾ വിദ്യാഭ്യാസ ദിനം എന്ന നവംബർ 11. ആരുടെ ജന്മദിനം? മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാ.
മൗലാന അബുൽ കലാം ആസാദിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. ആരുടെ ആത്മകഥ? മൗലാന അബുൽ കലാം ആസാദിന്റെ ആത്മകഥ. അൽ ഹിലാൽ, അൽ ബലാഖ് എന്നീ പത്രങ്ങൾ അദ്ദേഹത്തിന്റെ. അൽ ഹിലാൽ, അൽ ബലാഖ് എന്നീ പത്രങ്ങൾ ആരുടെ? മൗലാന അബുൽ കലാം ആസാദിന്റെ. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഇദ്ദേഹമാണ്. മെക്കയിൽ ജനിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനിമാരുടെ മൗലാന അബുൽ കലാം ആസാദ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കേ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണവും രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണവും. ഒന്നാം പഴശ്ശി വിപ്ലവം എന്നാ? 1793-97. രണ്ടാമം 1800-800-805. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണവും രണ്ടാം പഴശ്ശി വിപ്ലവം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുത്തതുമായിരുന്നു അല്ലെ? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുത്തത്. പഴശ്ശിരാജയുടെ കേന്ദ്രം അവിടെ. പഴശ്ശിരാജയുടെ കേന്ദ്രം കണ്ണൂര് പുരളിമലയാണ്. പഴശ്ശിരാജയുടെ കേന്ദ്രം ഏതാണ്? കണ്ണൂര് പുരളിമലയാണ്. പഴശ്ശിരാജ വിളിക്കുന്ന പേരല്ലേ പുരളീശമൻ, കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ. പുരളീശമൻ, കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരുടെ? പഴശ്ശിരാജയാണ്. ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ പഴശ്ശിരാജയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന നല്ലൊരു ചോദ്യമുണ്ട്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ചോദിച്ചിട്ടുണ്ട്. കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം എന്താണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം എന്ന് ചോദിച്ചാൽ. പഴശ്ശിരാജ എന്നാ കൊല്ലപ്പെട്ടെ? 1805 നവംബർ 30. 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്. ആർതർ വെല്ലസ്ലി ആണ് ആ ടൈമിൽ, അല്ലാതെ നമ്മുടെ റിച്ചാർഡ് വെല്ലസ്ലി അല്ല, ആർതർ വെല്ലസ്ലിയുടേത്. അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം ഏതാണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി 1793-97. രണ്ടാം പഴശ്ശി വിപ്ലവം 1800-1805 രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഏത് അവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മ അവസ്ഥയിലാണ്. പ്രപഞ്ചത്തിലെ ദ്രവ്യം ഏറ്റവും കൂടുതലും നമ്മളെ പ്ലാസ്മ അവസ്ഥയിലാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നതും പ്ലാസ്മയിലാണ്. ഇതും പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത് എവിടെയാണ്? പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ പ്ലാസ്മ. സൂര്യനിലും മറ്റു നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഏതാ? പ്ലാസ്മ അവസ്ഥ. ഖരം, ദ്രാവകം, വാതകം. പിന്നെ നാലാമത്തെയാണ് പ്ലാസ്മ. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഉണ്ട്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഉണ്ട്, ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മയുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം പണിയർ ഗോത്രവർഗ്ഗക്കാരാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം പണിയരാണ്. ഏറ്റവും കൂടുതൽ കാണുന്ന രണ്ടാമത്തെ ആദിവാസി വിഭാഗമാണ് കുറിച്യർ വിഭാഗക്കാർ കേട്ടോ. കുറിച്യർ ആണ് ആദ്യത്തേത്. ഏതാണ്? പണിയർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആദിവാസി വിഭാഗം ഏതാണ്? പണിയർ. രണ്ടാം സ്ഥാനത്ത് ഏതാണ്? കുറിച്യറാണ്. പക്ഷെ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം മലയരയന്മാരും സാക്ഷരത ഏറ്റവും കുറവ് ചോല നായ്ക്കന്മാരാണ്. ഇതൊക്കെ LGSന് കയറി ചോദിക്കാം കേട്ടോ. സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം അരയന്മാരും സാക്ഷരത കുറവാർക്കാടെ ചോല നായ്ക്കന്മാരാണ്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. ഈ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ ആദിവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെഡ്യൂൾഡ് ട്രൈബാണ്. ഏറ്റവും കൂടുതൽ എവിടാന്നറിയാമോ? പട്ടിക വർഗ്ഗക്കാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എവിടാ? വയനാട് ജില്ലയിലാണ്. പട്ടിക ജാതിക്കാർ ഏറ്റവും കൂടുതൽ എവിടാന്നറിയാമോ? പാലക്കാട്. പട്ടിക ജാതിക്കാർ ഏറ്റവും കൂടുതൽ പാലക്കാടും പട്ടിക വർഗ്ഗക്കാർ ഏറ്റവും കൂടുതൽ എവിടെയാണ്? വയനാട് ജില്ലയിലുമാണ് പട്ടിക വർഗ്ഗക്കാർ ഏറ്റവും കൂടുതൽ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം ഏതാണ്? പണിയർ ഗോത്ര വിഭാഗക്കാരാണ്. ഗദ്ദിക എന്ന കലാരൂപം എവിടെയാണ് നടത്തുന്നത്? ഗദ്ദിക വയനാട്ടിൽ. വയനാട്ടിൽ ഫേമസ് ആയ ഒരു ആദിവാസി കലാരൂപം ഏതാണ്? ഗദ്ദിക. ഗദ്ദിക. PK കാളൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ലോക പ്രശസ്തനാക്കുന്നത് കേട്ടോ. PK കാളൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ലോക പ്രശസ്തനാക്കുന്നത് ഏതാ? ഗദ്ദിക കലാരൂപത്തെ. അപ്പൊ ഗദ്ദിക കലാരൂപം സ്ഥിതി ചെയ്യുന്ന ഗദ്ദിക കലാരൂപം എവിടുത്തെയാണ് പ്രധാന ചടങ്ങ്? വയനാട്ടിലെ പ്രധാന ആദിവാസി ചടങ്ങാണ്. അടുത്ത ചോദ്യം നോക്കിയാൽ അടുത്ത ചോദ്യം, കൈയിലെ പ്രധാന അസ്ഥികളുടെ പേരാണ് റേഡിയസ്, അൾന, ഹ്യൂമറസ്. കൈയിലെ പ്രധാനപ്പെട്ട അസ്ഥികളാണ്. കാലിലെ പ്രധാനപ്പെട്ട അസ്ഥികളാണ് ടിബിയ, ഫീമർ, ഫിബുല. ടിബിയ, ഫീമർ, ഫിബുല ഇതൊക്കെ കാലിലെ അസ്ഥികൾ. കയ്യിലും കാലിലും 60 വീതമാണ് അസ്ഥികൾ. കയ്യിൽ 60, കാലിൽ എത്രയാണ്? 60 അസ്ഥികൾ. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല. വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ്? പാറ്റല്ല. വിരലിലെ അസ്ഥിയുടെ പേര് ഫലാഞ്ചസ് ആണ്. നമ്മുടെ വിരലിൽ കാണുന്ന അസ്ഥിയുടെ പേര് ഫലാഞ്ചസും കാലിലെ ഉപ്പൂറ്റി
ഉപ്പൂറ്റിയിൽ കാണുന്ന അസ്ഥിയുടെ പേര് കാൽക്കേനിയസ് എന്നും വിളിക്കുന്നു. കാൽക്കേനിയസ്. അപ്പം കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല, വിരലിലെ അസ്ഥിയുടെ പേര് ഫലാഞ്ചസ്, കാലിലെ ഉപ്പൂറ്റിയുടെ അസ്ഥിയുടെ പേര് കാൽക്കേനിയസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത് ഇത്രയും മനസ്സിലായില്ലേ? അപ്പൊ റേഡിയസ്, അൾന, ഹ്യൂമറസ് എവിടെ കാണപ്പെടുന്ന അസ്ഥികൾ? കാലിലാണ് കാണപ്പെടുന്നത്. കയ്യിലാണ്. കാലിൽ ഏതൊക്കെയാ? ടിബിയ, ഫീമർ, ഫിബുല. കയ്യിലും കാലിലും എത്ര അസ്ഥികളുണ്ട്? ഓരോ കയ്യിലും 2 കയ്യിലായിട്ട് 60ഉം 2 കാലിലായിട്ട് 60ഉം അസ്ഥികളാണ്. നമ്മൾ അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജിയാണ്. സന്ധികളെ കുറിച്ചുള്ള പഠനം ആർത്രോളജിയാണ് അല്ലെ? സന്ധികൾ. പേശികളെ കുറിച്ചുള്ള പഠനം മയോളജിയാണ്. അസ്ഥികളാകുമ്പോൾ ഏതായിരുന്നത്? ഓസ്റ്റിയോളജിയാണ് അസ്ഥികൾ ഏറ്റവും കൂടുതൽ. അപ്പൊ ഈ 3 ഇമ്പോർട്ടന്റ് നോക്കണേ. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല, വിരലിലെ അസ്ഥിയുടെ പേര് ഫലാഞ്ചസ്, കാലിലെ ഉപ്പൂറ്റിയുടെ അസ്ഥിയുടെ പേര് എന്തായിരുന്നത്? കാൽക്കേനിയസ് എന്ന് വിളിക്കാറുണ്ട്. അത് നല്ലൊരു പോയിന്റ്. അടുത്ത നോക്ക്. ഇന്ത്യൻ ആർമി, ഇന്റർനാഷണൽ ആർമി ഇല്ലേ, INA, പലരും പറയും സുഭാഷ് ചന്ദ്രബോസ് എന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ സ്കൂൾ ടെസ്റ്റ് കിടക്കുന്നത് 1942 നമ്മുടെ റാഷ് ബിഹാരി ബോസ് ആണ് സ്ഥാപിച്ചത്. അപ്പൊ INA കൊണ്ടുവന്നത് ആരാടെ? 42 റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്ന സംഘടനയെ അദ്ദേഹം തന്നെയാണ് സ്ഥാപിച്ചത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് കേട്ടിട്ടുണ്ടോ? അതും റാഷ് ബിഹാരി ബോസ് ആണ്. INA ആദ്യം കൊണ്ടുവരുന്നതും റാഷ് ബിഹാരി ബോസ്. പക്ഷേ INAയും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗും കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ച് പിന്നെ സുഭാഷ് ചന്ദ്രബോസ് അത് ഏറ്റെടുത്തു. 43 മുതൽ നമ്മൾ പിന്നീട് INAയുടെ പ്രവർത്തന മേഖല ആരേറ്റെടുത്തു? ഇത് രണ്ടും കൂടെ ഒന്നിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രബോസ്. ആസാദ് ഹിന്ദ് ഫൗജ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തത് അല്ലെ? സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥ ഞങ്ങൾ പഠിച്ചു വെച്ചാൽ മൈ സ്ട്രഗിൾ അല്ലെ? മൈല് ഇന്ത്യൻ സ്ട്രഗിൾ, മൈ സ്ട്രഗിൾ എന്ന് വേണ്ട, ഇന്ത്യൻ സ്ട്രഗിൾ. ആരുടെ ആത്മകഥയുടെ? സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയുടെ പേരെന്തായിരുന്നത്? ഇന്ത്യൻ സ്ട്രഗിൾ കേട്ടോ. 1939 ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത്. 1939 ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാടെ? അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 39 ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാടെ? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓർത്തു വെച്ചിരിക്കണേ. 39 അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ INCയിൽ നടന്ന ഒരേ ഒരു വർഷം ഇതേയുള്ളത്. INCയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരം നടന്നത് 39 മാത്രമേ ഉള്ളൂ. ഗാന്ധിജിയുടെ പ്രതിനിധിയായ പട്ടാഭി സീതാരാമയും സുഭാഷ് ചന്ദ്രബോസും തമ്മിൽ മത്സരിച്ചു. അതിൽ സുഭാഷ് ചന്ദ്രബോസ് വിജയിച്ചത് 39 ത്രിപുരി സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പം INCയിൽ ഒരേ ഒരു മത്സരം നടന്ന, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന ഒരേ ഒരു വർഷം പറഞ്ഞ് 39 ത്രിപുരി സമ്മേളനം. സെറ്റല്ലേ? 39 ത്രിപുരി സമ്മേളനം. ആരാ വിജയിച്ചത്? പട്ടാഭി സീതാരാമയ്യ പരാജയപ്പെട്ടു, സുഭാഷ് ചന്ദ്രബോസ് വിജയിച്ചു. അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന് 39 രണ്ടെണ്ണം പറഞ്ഞ്. ഒന്നാമത്തത് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് 39, പിന്നെ മത്സരം നടന്നതും 39. ത്രിപുരി സമ്മേളനം എന്ന് പറയണേ. സുഭാഷ് ചന്ദ്രബോസിന്റെ ആത്മകഥയുടെ പേരെന്തായിരുന്നത്? ഇന്ത്യൻ സ്ട്രഗിൾ എന്നതാണ്. സുഭാഷ് ചന്ദ്രബോസ് ഒളിവിൽ കഴിഞ്ഞിരുന്നപ്പോൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ഓർലാൻഡ മസാട്ട കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലൊക്കെ ഒളിവിൽ കഴിഞ്ഞിരുന്നപ്പോൾ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഓർലാൻഡ മസാട്ട. ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യമായിട്ട് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഈ ഗാന്ധിജി തിരിച്ചു കൊടുത്തത് ദേശസ്നേഹികളുടെ രാജകുമാരൻ നേതാജി എന്നൊക്കെ വിളിച്ചത് ഗാന്ധിജിയാണ് ആദ്യമായിട്ട്. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചത് ആരാടെ? നമ്മുടെ ഗാന്ധിജിയാണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വരാൻ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ. കൊച്ചി രാജ്യപ്രജാമണ്ഡലം നിലവിൽ വന്ന വർഷം 1941. VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ നേതൃത്വത്തിലാണ് വരുന്നത്. അപ്പൊ കൊച്ചി രാജ്യപ്രജാമണ്ഡലം നിലവിൽ വന്ന വർഷം എന്നാണ് 41. കയ്യൂർ സമരം 41 1941 കയ്യൂർ സമരം. കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കിലല്ലേ കയ്യൂർ സമരം നടന്നത്? കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കില്. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് S നീലകണ്ഠ അയ്യറും ആദ്യ സെക്രട്ടറിയാണ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. അത് ഹാളിൽ പോകുമ്പോൾ തിരിഞ്ഞു പോരുത്. എന്നാ കൊച്ചി രാജ്യപ്രജാമണ്ഡലം വരുന്നത് 41. ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് S നീലകണ്ഠ അയ്യരെയും ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് ആരെ തെരഞ്ഞെടുക്കുന്നു? VR കൃഷ്ണൻ എഴുത്തച്ഛനെയും തെരഞ്ഞെടുക്കുന്നു. അത് നല്ലൊരു പോയിന്റ് ആണ്. ഇനി വോളിബോൾ കളിയുടെ പിതാവ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ LGSന് പരീക്ഷയ്ക്ക് പൊതുവേ വരുന്നത്. വോളിബോൾ കളിയുടെ പിതാവ് വില്യം G മോർഗൻ ആണ്. ഒരു വോളിബോൾ കളിയിൽ 6 പേരല്ലേ ഇവിടെ ഉള്ളത്? വോളിബോൾ 6 അല്ലേ? മിന്റോനെറ്റ് എന്നാണ് പഴയ പേര്. വോളിബോളിന്റെ പഴയ പേരെന്തായിരുന്നത്? മിന്റോനെറ്റ് എന്നാണ്. ബാസ്കറ്റ് ബോൾ കളിയുടെ പിതാവ് ജെയിംസ് നൈസ്മിത്ത് ആണ്.
ബാസ്കറ്റ് ബോൾ കളിയുടെ പിതാവാരാണ് ജെയിംസ് നൈസ്മിത്ത്. അതിൽ 5 പേരേ ഉള്ളൂ. ബാസ്കറ്റ് ബോളിൽ 5 പേരും ഉണ്ട്. വോളിബോളിൽ എത്ര പേരുണ്ടേ? 6 പേര്. അപ്പൊ ബാസ്കറ്റ് ബോളിൽ എത്ര പേരാണ്? 5 പേര്. വോളിബോളിൽ 6 പേരാണ്. ബാസ്കറ്റ് ബോൾ കളിയുടെ പിതാവ് ജെയിംസ് നൈസ്മിത്ത് ആണ്. ഓർത്തു വെച്ചിരിക്കണേ. പൂന ഗെയിം എന്ന് പറയുന്ന ഒരു കളിയുണ്ട് നമുക്ക്, ബാഡ്മിന്റൺ കേട്ടോ. പൂന ഗെയിം എന്നറിയപ്പെടുന്ന കളി ഏതാ? ബാഡ്മിന്റൺ. അപ്പൊ മിൻഡോനെറ്റ് എന്ന് വിളിക്കുന്ന കളി ഏതാണ്? വോളിബോൾ. അപ്പൊ പൂന ഗെയിം ബാഡ്മിന്റൺ, മിൻഡോനെറ്റ് ഏതാണ്? വോളിബോൾ ആണ് മിൻഡോനെറ്റ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. അതുപോലെ പിങ് പോങ് എന്നറിയപ്പെടുന്ന ഒരു കളിയുണ്ട്. പിങ് പോങ് എന്നറിയപ്പെടുന്നത് ടേബിൾ ടെന്നീസ്. ചൈനയുടെ ദേശീയ വിനോദമാണ്. ചൈനയുടെ ദേശീയ വിനോദമായ ടേബിൾ ടെന്നീസ് ആണ് പിങ് പോങ് എന്നറിയപ്പെടുന്നത്. അപ്പൊ വോളിബോൾ ഏതായിരുന്നാണ്? വോളിബോൾ കളിയുടേത് പഴയ പേര് മിൻഡോനെറ്റ്. ബാസ്കറ്റ് ബോൾ കളിയുടെ ബാഡ്മിന്റൺ കളിയുടെ പഴയ പേര് എന്താണ്? അത് പൂന ഗെയിം എന്ന് വിളിക്കുന്നു കേട്ടോ. ബാസ്കറ്റ് ബോളിൽ 5 പേരും വോളിബോളിൽ എത്ര പേരാണ്? 6 പേര്. നമ്മുടെ ഐസ് ഹോക്കിയിലും 6 പേരാണ്. ഐസ് ഹോക്കിയിൽ എത്ര പേരാ? 6 പേര്. കബഡിയിൽ 7 പേരാ കേട്ടോ. കബഡിയിലും വാട്ടർ പോളോയിലും 7 പേരാ. കബഡിയിലും വാട്ടർ പോളോയിലും എത്ര? 7 പേര്. പോളോ എന്ന് ചോദിച്ചാൽ 4 പേര് പറഞ്ഞാൽ മതി. അപ്പൊ പോളോ കളിയിൽ 4 പേര്. ബീച്ച് വോളിബോളിൽ എത്ര പേരുണ്ടെന്ന് അറിയാമോ? ബീച്ച് വോളിബോളിൽ 2 പേരാ. ബീച്ച് വോളിബോളിൽ എത്ര പേരാണ് ഒരു ടീമിൽ? 2 പേര്. പോളോയിൽ 4 പേര്. ബാസ്കറ്റ് ബോളിൽ 5 പേര്. നമ്മുടെ ഇതില് ഏതാ? വോളിബോളിലും ഐസ് ഹോക്കി ടീമിലും 6 പേര്. കബഡിയിലും വാട്ടർ പോളോയിലും 7 പേര്. അതുപോലെ ബേസ്ബോളിലാണ് 9 പേര് പറയേണ്ടത്. ബേസ്ബോളിൽ എത്ര പേരാണ്? 9 പേര്. അതുപോലെ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കിയിൽ 11 പേരാണെന്നറിയാം. റഗ്ബിയിൽ എത്ര പേരാണെന്നറിയാമോ? റഗ്ബിയിൽ 15 പേരാ. ഒരു റഗ്ബി ടീമിൽ എത്ര പേരാണ്? 15 പേര്. അടുത്ത ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് 51 നമ്മുടെ ന്യൂഡൽഹിയിലാണ്. ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് ഏത് വർഷമാണ്? 1951 ന്യൂഡൽഹിയിലാണ് ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത്. ഗുരുദത്ത് സോദി. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവാരെന്ന് ചോദിച്ചാൽ ഗുരുദത്ത് സോദിയാണ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവാരെന്ന് ചോദിച്ചു. കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത് 30ലാണ്. കാനഡയിലെ ഹാമിൽട്ടണിലാണ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. കാനഡയിലെ ഹാമിൽട്ടണിലാണ് ഇത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. ആഷിലെ കൂപ്പർ എന്ന് പറയുന്ന ആളാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ്. അഗസ്റ്റിലെ കൂപ്പർ അല്ലെങ്കിൽ ആഷിലെ കൂപ്പർ. അഗസ്റ്റിലെ കൂപ്പർ അഥവാ ആഷിലെ കൂപ്പർ ആണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ്. എന്നാണ് ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത്? ഏഷ്യൻ ഗെയിംസ് 51 നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആരംഭിച്ചത്. കോമൺവെൽത്ത് ഗെയിംസ് 30 കാനഡയിലെ ഹാമിൽട്ടൺ. രണ്ടിന്റെ പിതാക്കന്മാരെ പറഞ്ഞ്. ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് ഗുരുദത്ത് സോദിയും കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് ആഷിലെ കൂപ്പറുമാണ്. ആഷിലെ കൂപ്പർ. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്ത ചോദ്യം നോക്കേ. ജേഴ്സി പശുവിന്റെ ജന്മനാട് ഇംഗ്ലണ്ട് ആണെങ്കിൽ നമ്മുടെ വെച്ചൂർ പശു കോട്ടയത്താണ് ജന്മനാട്. വെച്ചൂർ പശുവിന്റെ ജന്മനാട് കോട്ടയം. സുനന്ദിനി പശു എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ മാട്ടുപ്പെട്ടിയിൽ, ഇടുക്കിയിലെ ഇൻഡോസിസ് പ്രോജക്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? മാട്ടുപ്പെട്ടിയിലാണ്. അപ്പൊ ഈ ഇന്ത്യയിലെ പ്രധാനമായിട്ടും പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ധവള വിപ്ലവം ഇല്ലയുടെ. ഈ ധവള വിപ്ലവവുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം സ്വിറ്റ്സർലൻഡാണ്. അത് എപ്പോഴും ചോദിക്കും കേട്ടോ. ധവള വിപ്ലവവുമായി ഇന്ത്യയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡുകാരാ. ധവള വിപ്ലവത്തിന്റെ പിതാവാരാ? വർഗീസ് കുര്യൻ. അതും കോഴിക്കോടുകാരനാ അല്ലെ? VK കൃഷ്ണമേനോൻ കോഴിക്കോടുകാരൻ. ധവള വിപ്ലവത്തിന്റെ പിതാവായ വർഗീസ് കുര്യനും ആരാണ്? കോഴിക്കോടുകാരനാണ് അല്ലെ? ഗുജറാത്തിലല്ലേ ആനന്ദ് ഗുജറാത്തിലാണ്. അപ്പൊ വെച്ചൂർ പശുവിൻ്റെത് കോട്ടയം. സുനന്ദിനി പശുവിന്റെ ജന്മനാട് എവിടെയാണ്? മാട്ടുപ്പെട്ടി. അപ്പൊ ഇൻഡോസിസ് പ്രോജക്റ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇൻഡോസിസ് പ്രോജക്റ്റ് കേരളത്തിൽ മാട്ടുപ്പെട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തൊക്കെ പ്രകൃതിയാലുള്ള കൃഷിരീതി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് മസനോബു ഫുക്കുവോക്ക, ജപ്പാനിലാണ്. അദ്ദേഹത്തിന്റെ ആശയം ഒരു ബുക്കിലൂടെയാണ് കൊണ്ടുവരുന്നത്. ഒറ്റ വൈക്കോൽ വിപ്ലവം. ഇത് എപ്പോഴും ചോദിക്കും. ഒറ്റ വൈക്കോൽ വിപ്ലവത്തിന്റെ പിതാവാരാടെ? മസനോബു ഫുക്കുവോക്ക. പ്രകൃതിയാലുള്ള കൃഷിരീതി ആദ്യമായിട്ട് ലോകത്ത് അവതരിപ്പിച്ചത് ജപ്പാൻകാരനായ മസനോബു ഫുക്കുവോക്ക അല്ലെ? അദ്ദേഹത്തിന്റെ ആ കൃതിയുടെ പേരും ആ കൃഷിരീതി ഒറ്റ വൈക്കോൽ വിപ്ലവം എന്നതായിരുന്നു. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ബാങ്കിങ് പരിഷ്കരണവുമായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് നരസിംഹ കമ്മിറ്റി കേട്ടോ. നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്കുകളൊക്കെ കേട്ടിട്ടില്ലേ? റീജിയണൽ റൂറൽ ബാങ്ക് ഇതൊക്കെ കൊണ്ടുവരാൻ കാരണം നരസിംഹ കമ്മിറ്റിയാണ്. അതായത് ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ ആദ്യമായിട്ട് റീജിയണൽ റൂറൽ ബാങ്ക് ഒക്കെ കൊണ്ടുവരുന്നത് അത് നരസിംഹ കമ്മിറ്റി പ്രകാരമാണ് വരുന്നത്.
ഇൻഷുറൻസ് രംഗത്തെ പരിഷ്കാരം മൽഹോത്ര കമ്മിറ്റിയാണ്. ഇൻഷുറൻസ് രംഗത്തെ പരിഷ്കാരം ഏത് കമ്മിറ്റിയാണ്? മൽഹോത്ര കമ്മിറ്റി. അപ്പോൾ ബാങ്കിംഗ് പരിഷ്കരണം നരസിംഹ കമ്മിറ്റി, മൽഹോത്ര കമ്മിറ്റി, ഇൻഷുറൻസ് രംഗത്തെ പരിഷ്കാരം. ഈ വാഷിംഗ് സോപ്പിൽ സോഡിയമാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ബാത്തിങ് സോപ്പിലാണെങ്കിൽ പൊട്ടാസ്യം പറയണം. ഇതൊക്കെ ലാസ്റ്റ് ഗ്രേഡ് ചോദ്യങ്ങളായിട്ട് വരാം കേട്ടോ. നമ്മുടെ വാഷിംഗ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലവണം സോഡിയം ആണെങ്കിൽ ബാത്തിങ് സോപ്പിൽ എന്ന് ചോദിച്ചാൽ ഏതാണ്? പൊട്ടാസ്യമാണ് നമ്മൾ പറയേണ്ടത്. അത് നല്ലൊരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം നോക്കേ. ജലത്തിന് ഏറ്റവും കൂടിയ സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ സാന്ദ്രതയും നോക്കെ. കൂടിയ സാന്ദ്രത 4 ഡിഗ്രി സെൽഷ്യസും ഏറ്റവും കുറഞ്ഞ സാന്ദ്രത 0 ഡിഗ്രി സെൽഷ്യസും. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ. ശബ്ദത്തിന്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡിയോമീറ്റർ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? അക്വാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നു. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏതാ? അപ്പൊ ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ഡെസിബൽ. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ഏതാ? അത് കാൻഡിലയാണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? കാൻഡിലയാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ഏതെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗമൊക്കെ ഒന്നും കൂടെ നോക്കുക. സയൻസുമായിട്ട് ബന്ധപ്പെടുന്ന കറണ്ട് അഫേഴ്സും കുറച്ച് പേര് മെസ്സേജ് ഇട്ടായിരുന്നു, സാറെ കറണ്ട് അഫേഴ്സും കൂടെ ഉൾപ്പെടുത്തി. ഞാൻ വിചാരിച്ചു പരീക്ഷ അങ്ങോട്ട് അടുക്കുന്ന സമയം നിങ്ങൾക്ക് ഒരു വർഷത്തെ കറണ്ട് അഫേഴ്സിലെ ഇമ്പോർട്ടന്റ് ഞാൻ ബേസിക് GK എല്ലാം അങ്ങ് റിവിഷൻ നടത്തി തരാം. ഇന്ന് തന്നെ ഒത്തിരി റിവിഷൻ അല്ല, ഈ ഒരു 20 ചോദ്യത്തിനേക്കാൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് 20 കണക്ട് ചെയ്ത് പല ഭാഗവും പറയുമ്പോൾ അതിലൂടെ റിവിഷൻ ആവുന്നില്ലേ. ഒത്തിരി ആയാലും നിങ്ങളങ്ങ് ബോറടിക്കുമെന്ന് വെച്ചാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് നിൽക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ നിങ്ങളുടെ ആ താഴെ കാണുന്ന ആ ഒരു, നിങ്ങൾ ഏതൊരു വീഡിയോയ്ക്കും താഴെ ഇടുന്ന ആ മെസ്സേജ് നോക്കുമ്പോൾ നമുക്ക് സന്തോഷം. നിങ്ങൾ അത്രയും അത് കേൾക്കാനും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പറയുമ്പോഴും ഒക്കെ. അതുകൊണ്ട് ആ ഒരു സന്തോഷം കൊണ്ടാണ് തീർച്ചയായിട്ടും ഇനിയും വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. കുറച്ച് സെക്ഷൻ ആയിട്ടുണ്ട്. ഓരോ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ കിട്ടുമ്പോൾ ഓരോ സെക്ഷൻ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. ഒത്തിരി റിവിഷൻ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് മാനസികമായിട്ട് ബ്രെയിൻ വർദ്ധിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കണം എന്ന് വാശ, പഠിച്ചതെല്ലാം ഓർമ്മയുണ്ട് എന്ന് വരുന്നതും എല്ലാം നിങ്ങൾ ഈ പഠിച്ചത് ഓർത്ത്. ഇപ്പം ഞാൻ തന്നെ ചോദ്യത്തിന്റെ പകുതി പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ പല ചോദ്യങ്ങൾ ഉത്തരം വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് നിങ്ങൾ മെനക്കെട്ട് ഇങ്ങനെ ഇരുന്നത് കൊണ്ടാണ്. തുടക്കക്കാർക്ക് ചിലപ്പോൾ ഇതൊരു പാടായി തോന്നിക്കാണും, പക്ഷെ അവർ പഠിച്ച് കയറി വരും. അവർക്കറിയാം ഇതെല്ലാം പഠിച്ചേ പറ്റൂ, ഒരു സമയത്ത് റിവിഷൻ കൊണ്ടുവന്നേ പറ്റൂ. അപ്പൊ അയാൾ ചുമ്മാ ഇവിടെ ഇങ്ങനെ പറയത്തില്ല എന്നും അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പറഞ്ഞത്. അപ്പം സീനിയറുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് റിവിഷൻ കേൾക്കുക, പിന്നെ ഇരുന്ന് പുതിയത് പഠിക്കുക. സയൻസ് ഒക്കെ ഇച്ചിരി കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കണേ. സയൻസിന് കൂടുതൽ ഇമ്പോർട്ടന്റ് കൂടെ. ഹിസ്റ്ററി ജിയോഗ്രഫിയൊക്കെ ഏകദേശം എപ്പോഴും ഒക്കെ ചോദിക്കുന്നത് തന്നെ തെറ്റാതെ നിങ്ങൾ ഇടവിട്ട് ടോപ്പിക്ക് കവർ ചെയ്ത. പുതിയ ആൾക്കാർ കറക്റ്റ് ഓർഡർ തന്നെ അങ്ങ് പഠിച്ചോ. ഹിസ്റ്ററി ഒരു നേരം ഇത്ര മണിക്കൂർ, ജിയോഗ്രഫി ഇത്ര മണിക്കൂർ, ഭരണഘടന എത്ര മണിക്കൂർ, അങ്ങനെ റിവിഷൻ ശനി ഞായർ റിവിഷൻ കൊണ്ടുവന്ന് അങ്ങനെ കയറി അപ്പോഴത്തേക്ക് അങ്ങ് വാശിയാവും കേട്ടോ. അല്ലാതെ ഞാൻ പുതിയതാണ് എനിക്കിത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ചോദിച്ചൊന്നും ഇരിക്കരുത്. കിട്ടിയേ പറ്റൂ. പുതിയതായാലും പഴയതായാലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ടോപ്പിക് അനുസരിച്ച് പഠിക്കുകയും റിവിഷൻ നടത്തുകയും ചെയ്യുന്ന ആള് കയറി വരും. അല്ലാതെ സീനിയറിന് കൊടുത്തട്ടെ ജൂനിയറിന് കൊടുക്കൂ എന്നുള്ള ഒരു ഇതൊന്നും അല്ലല്ലോ. ഏറ്റവും നല്ല രീതി ഹാളിൽ ഇരുന്ന് എഴുതുന്നത്. അത് നമ്മൾ പിന്നീടുള്ള ആ മനസ്സ് പോലിരിക്കും, നമ്മുടെ പഠിക്കുന്ന മനസ്സ് പോലിരിക്കും. വാശിയോടുകൂടി പഠിക്കുക. ഓക്കെ, നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് ഇന്ന് കുറച്ചേ ഞാൻ പറഞ്ഞോളൂ, പക്ഷേ അതൊരു അരമണിക്കൂറിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. കൂടുതലിട്ട് നീട്ടുന്നില്ല. നല്ലൊരു റിവിഷൻ ക്ലാസ്. എൻ്റെ കൺഫ്യൂസീവ് വാക്സിനേക്കാൾ എപ്പോഴും നിങ്ങളോട് പറയുന്നത് ഇത് എഴുതി എടുക്കുക, പക്ഷേ റിവിഷൻ കേൾക്കത്തില്ലേ. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ വിലയേറിയ മെസ്സേജിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് അടുത്ത ആഴ്ച തന്നെ കാണാം. നന്ദി, നമസ്കാരം.